ഡിമാൻഡ് ഉണ്ടായിട്ട് സപ്ലൈ ഇല്ലാണ്ടാവുമ്പോൾ ഓട്ടോമാറ്റിക്കലി കസ്റ്റമേഴ്സിന് മനസ്സിലാവും ഇന്ന് ഞാനിവിടെ മേടിച്ചു കഴിഞ്ഞാൽ നാളെ എൻ്റെ പൈസ കൂടുമെന്ന്. എന്നാലും അത് ആരാ സജസ്റ്റ് ചെയ്ത പേര്, അതോ സൂരജിന് തന്നെ തോന്നിയതാണോ? ഞാൻ തന്നെ സെലക്ട് ചെയ്തതാണ്. അന്നത് അങ്ങനെ ഇങ്ങനെ ഒരു ആൾക്കാരെ റെക്കഗ്നൈസ് ചെയ്യുന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ ചെയ്യുന്നു വിചാരിച്ചിരുന്നില്ല. ഒന്ന് ശ്രമിച്ചു നോക്കി. പ്ലാനിങ്ങിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട്? നമ്മൾ കൺസിസ്റ്റൻസിക്കാണ് ഇമ്പോർട്ടൻസ്. അതിപ്പോൾ നമ്മൾ ചെയ്യുന്ന എന്താണെങ്കിലും സെയിൽസിൽ പ്ലാനിങ്ങിനേക്കാളും ഞാൻ വിശ്വസിക്കുന്നത് നമ്മൾ എന്ത് പ്ലാൻ ചെയ്താലും ചിലപ്പോൾ നടക്കണമെന്നൊന്നുമില്ല. നമ്മളിപ്പോൾ ഇന്നലെ ഞാൻ 2 കസ്റ്റമേഴ്സ് വരുന്ന വിചാരിച്ച് നോക്കിയിരുന്നു, പക്ഷേ ആ ക്ലയൻറ്റ് വരണം നിർബന്ധമൊന്നുമില്ല. കൺസിസ്റ്റൻസിയാണ്, അതായത് ഒരു ക്വാണ്ടിറ്റി ഗെയിമാണ്. ചിലവർ പറഞ്ഞു വെച്ചിട്ടുണ്ട് റിയൽ എസ്റ്റേറ്റിൽ പോയാൽ വഴിതെറ്റും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടുത്തെ പെൺകുട്ടികൾ അങ്ങനെയാണെങ്കിൽ. ഒരിക്കലുമല്ല. അത് അവിടെ വളരെ നല്ല രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. വളരെ സാധാരണക്കാരായ കുട്ടികൾ പോലും നല്ല രീതിയിൽ ഇപ്പോൾ പൈസ ഉണ്ടാക്കി തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ ഒരു കടം വന്നത് എങ്ങനെയാണ്? ഒരു 19 വയസ്സുള്ളപ്പോൾ എൻ്റെ അച്ഛൻ ആ സമയത്ത് ഒരു 49 ഇയേഴ്സ് ഓൾഡ് ആള്. അപ്പോൾ ആള് പെട്ടെന്ന് ഞങ്ങളിങ്ങനെ ഒരു കൊടൈക്കനാൽ ട്രിപ്പ് പോയിക്കുമ്പോൾ ഇരിക്കുന്നതിൻ്റെ ഇടയിൽ പുള്ളി ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള മനുഷ്യനായിരുന്നു. പെട്ടെന്നൊരു കാർഡിയാക് അറസ്റ്റ് ഉണ്ട് എൻ്റെ മുമ്പിൽ വെച്ചിട്ട്. അപ്പം എനിക്കന്ന് നമ്മുടെ ഈ CPR എടുപ്പിക്കാൻ അങ്ങനെയൊന്നും അറിയില്ല. എൻ്റെ ഏജിൽ ഞാൻ അതിനെ ആലോചിക്കണില്ലല്ലോ നമുക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കും. സഡൻ ഡെത്ത് ആയിരുന്നു. ചെറിയ പെരുന്തച്ചൻ ഫീലിംഗ് ഒക്കെ ഉണ്ട് എനിക്ക്. കുഴപ്പമില്ല, സമ്മതിച്ചു, തിരിച്ചറിയുന്നുണ്ട്. അതാണ് സൂരജിന്റെ ഏറ്റവും വലിയ അല്ല സത്യം ഞാൻ തുറന്നു പറയുന്നുണ്ട്. എങ്ങനെയാണ് സൂരജിനുള്ള ഒരു സ്പേസ് അവിടെ കണ്ടുപിടിച്ചത്? ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ചില കാര്യങ്ങളിൽ ഞാൻ ഐ ടേക്ക് സിനിമ ആസ് എൻ എക്സാമ്പിൾ. മമ്മൂക്ക ലാലേട്ടനൊക്കെ ഇവിടെ ഉണ്ടല്ലോ. വാട്ട് മേക്സ് ഫഹദ് ഫാസിൽ ഡിഫറെന്റ്? നമസ്കാരം. ബിഹൈൻഡ് ദ സീൻസിൽ ഇന്ന് എന്നോടൊപ്പം അദ്ദേഹത്തിൻ്റെ പേരിനെക്കാട്ടിലും എല്ലാവർക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടവും അദ്ദേഹത്തിനെ കൂടുതൽ എല്ലാവരും പറയപ്പെടുന്നതും ഒരു നിക് നെയിമിലാണ്, ഒരു പെറ്റ് നെയിമിലാണ്. യെസ്, മല്ലു ബ്രോക്കർ ശ്രീ സൂരജ് കൃഷ്ണകുമാർ. ഹായ് സൂരജ്, സുഖമായിട്ടിരിക്കുന്നു? സുഖം. ഈ സ്വന്തമായിട്ട് സൂരജ് എന്നുള്ള പേര് ഇഷ്ടപ്പെടാതെ സൂരജ് തന്നെ സൂരജിനെ ഇട്ട് വിളിച്ച പേരാണോ മല്ലു ബ്രോക്കർ എന്നുള്ളത്? അങ്ങനെ ഞാനായിട്ട് മല്ലു ബ്രോക്കർ എന്നുള്ള പേരിനെ സ്നേഹിച്ചുകൊണ്ടോ അല്ലെങ്കിൽ സൂരജ് കൃഷ്ണകുമാർ എന്നുള്ള പേരിനെ ഇഷ്ടപ്പെടാതിരുന്നുകൊണ്ടോ ഒന്നുമല്ല. നമ്മളെപ്പോഴും ഞാൻ വർക്ക് ചെയ്യുന്നത് ദുബായ് റിയൽ എസ്റ്റേറ്റിലാണ്, UAE റിയൽ എസ്റ്റേറ്റിലാണ്. അപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും ഒരു ബ്രാൻഡ് നെയിം അല്ലെങ്കിൽ ഒരു ബ്രാൻഡ് വാല്യൂ ഉണ്ടെങ്കിൽ ആൾക്കാർ പെട്ടെന്ന് നമ്മളെ റെക്കഗ്നൈസ് ചെയ്യും എന്നുള്ളൊരു തോട്ട് പ്രോസസ്സ് ഉണ്ടായിരുന്നു. സോ ആ കോൺസെപ്റ്റിൻ്റെ ഒരു ചിന്തയായിരുന്നു ആക്ച്വലി എന്നെക്കൊണ്ട് ആ ഒരു മല്ലു ബ്രോക്കർ എന്നുള്ളൊരു പേരിടിയിച്ചത്. കുറേ പേരുകളിങ്ങനെ ആലോചിച്ചു. പിന്നെ ഓൾറെഡി കുറേ റിയൽറ്റേഴ്സ് ഉണ്ടായിരുന്നു ദുബായിൽ. അപ്പോൾ സാധാരണക്കാരനെ പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു പേര് അങ്ങനെ വിചാരിച്ചപ്പോഴാണ് ബ്രോക്കർ എന്നുള്ള കോൺസെപ്റ്റ് വന്നത്. കുറേ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ട് കല്യാണ ബ്രോക്കറാണോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഞാൻ പറയും അല്ല, ഇത് റിയൽ എസ്റ്റേറ്റ് ബ്രോക്കറാണ്. സോ അങ്ങനെ ഇട്ട് തുടങ്ങിയ പേരാണ് ഈ മല്ലു ബ്രോക്കർ എന്ന് പറയുന്നത്. എന്നാലും അത് ആരാ സജസ്റ്റ് ചെയ്ത പേര്, അതോ സൂരജിന് തന്നെ തോന്നിയതാണോ? ഞാൻ തന്നെ സെലക്ട് ചെയ്തതാണ്. അന്നത് അങ്ങനെ ഇങ്ങനെ ഒരു ആൾക്കാരെ റെക്കഗ്നൈസ് ചെയ്യുന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ ചെയ്യുന്നു വിചാരിച്ചിരുന്നില്ല. ഒന്ന് ശ്രമിച്ചു നോക്കി. പിന്നെ വീഡിയോസിലെല്ലാം റെഗുലറായിട്ട് അത് പറഞ്ഞു നോക്കി. ആൾക്കാരുടെ മനസ്സിൽ അതിങ്ങനെ കയറ്റുന്ന രീതിയിൽ പല വീഡിയോസിലും വീണ്ടും പറഞ്ഞു നോക്കി. അവസാനം അത് പതിയെ ആൾക്കാർ അറിഞ്ഞു തുടങ്ങി ആ രീതിയിൽ. അപ്പോൾ ഫസ്റ്റിൽ തന്നെ നമുക്ക് ഒരു സ്ട്രൈക്കിംഗ് നെയിം അതാണല്ലോ നമ്മൾ പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ? അതിപ്പോൾ സൂരജ് പറയുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ ഒരു മല്ലു ബ്രോക്കർ എന്നുള്ളൊരു ഡിഫറെൻറ്റ് നെയിം കൊണ്ടുവന്ന് അത് കണ്ടൻറ്റിലൂടെ അല്ലെങ്കിൽ ഓരോ വീഡിയോയിലൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ എപ്പോഴും നിങ്ങൾ റെസ്പോൺസ് എങ്ങനെയാണ് എന്ന് നോക്കും അല്ലേ, പബ്ലിക്കിൻ്റെ റെസ്പോൺസ്. അപ്പോൾ എന്തായിരുന്നു ആദ്യം നമ്മുടെ ദുബായ്ക്കാരുടെ, നമ്മുടെ മലയാളികളുടെ റെസ്പോൺസ്? അതിനെ ഏതെങ്കിലും തരത്തിലുള്ള കളിയാക്കലുകളോ അല്ലോ എങ്ങനെയായിരുന്നു അവരുടെയൊക്കെ ഒരു റെസ്പോൺസ് വന്നിരുന്നത്? ഇനീഷ്യലി എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ പേഴ്സണലി സ്റ്റാർട്ട് ചെയ്യുന്നത് ദുബായ് റിയൽ എസ്റ്റേറ്റിന് മുന്നേ ഞാനിവിടെ വേറൊരു സെയിൽസിലാണ് വർക്ക് ചെയ്തിരുന്നത്. അത് കഴിഞ്ഞ് ഒരുപാടധികം ബാധ്യതകളും കാര്യങ്ങളും ഒക്കെ വന്ന് ഒരു 70-75 ലക്ഷം രൂപയോളം ലോണും കാര്യങ്ങളും ഉണ്ടായി. അത് തീർക്കാനായിട്ടാണ് ഞാൻ ബേസിക്കലി ദുബായിലേക്ക് പോകുന്നത്. സോ ഓൾറെഡി ഇൻസൾട്ട് മനസ്സിലുണ്ട്, അതായത് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ, ഒന്നും റെഡി ആവുന്നില്ലല്ലോ. അപ്പോൾ ആ ഒരു മൈൻഡ് സെറ്റോടെയാണ് നമ്മൾ ദുബായിക്ക് വണ്ടി കയറുന്നത്. അവിടെ പോയി 1.5 വർഷം സെയിൽസിൽ തന്നെ റിയൽ എസ്റ്റേറ്റാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, പക്ഷേ ഇന്ത്യൻ റിയൽ എസ്റ്റേറ്റാണ് ചെയ്യുന്നത്. സോ ആ സമയത്ത് കണ്ടിന്യൂസ്ലി സെയിൽസിൽ വർക്ക് ചെയ്യുന്നു, ഒന്നും ശരിയാവുന്നില്ല. അവർ കുറേ ഡാറ്റ തരുന്നു, വിളിക്കാൻ പറയുന്നു,
പല രീതിയിൽ വിളിച്ചു നോക്കുന്നു, ഒന്നിനും ഒരു പുരോഗമനമില്ല. അങ്ങനെ ഇരുന്നപ്പോൾ സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്ത് നോക്കാം, എന്തെങ്കിലും നമ്മൾ പ്ലാൻ എ ഇല്ലെങ്കിൽ പ്ലാൻ ബിയിലേക്ക് നോക്കണമല്ലോ. സോ അങ്ങനെയാണ് വീഡിയോ ഒരു പേരിട്ടിട്ട്, മല്ലു ബ്രോക്കർ എന്നുള്ള പേരിട്ടിട്ട് സ്വയം വീഡിയോ ചെയ്ത് എൻക്വയറി ജനറേറ്റ് ചെയ്യാം എന്നുള്ള മൈൻഡ് സെറ്റോടെ ചെയ്തു തുടങ്ങുന്നത്. ആദ്യം 5-6 വീഡിയോ ഇട്ടു, വലിയ റെസ്പോൺസൊന്നുമില്ല. റെഗുലറായിട്ട് ഇങ്ങനെ വീഡിയോസ് ചെയ്തുകൊണ്ടിരുന്നു. ഇടയ്ക്ക് വെച്ചിട്ട് ഒരു പർട്ടിക്കുലർ വീഡിയോ കണ്ടപ്പോൾ ഒരു വ്യക്തി എന്നെ വിളിച്ചു. അന്ന് എൻ്റെ ഡ്രസ്സെന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഇപ്പം ഞാൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സെന്ന് പറഞ്ഞാൽ അന്നത്തെ വെച്ച് നോക്കുമ്പോൾ ഒരു 100 മടങ്ങ് അടിപൊളിയാണ്. അന്ന് ഞാൻ വളരെ, എനിക്ക് കട ഉള്ളതുകൊണ്ട് തന്നെ ദുബായിലാണോ എന്ന് ഞാനെന്ന് പോലും തോന്നില്ല ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനെ ഒരു ഡ്രസ്സ് ഇട്ടിട്ടായിരിക്കുന്നത്. അപ്പോൾ ഒരാൾ എന്നെ വിളിച്ചു ആദ്യമായിട്ട്. ആൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ നിൻ്റെ വീഡിയോ ഒക്കെ കാണാറുണ്ട്, നന്നായിട്ടുണ്ട്, നീ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്, നിനക്ക് ആ ഷർട്ടിൻ്റെ കോളറെങ്കിലും ഒന്ന് നേരെ ഇട്ടൂടെ. അപ്പോൾ ഞാൻ പറഞ്ഞു, സാർ സോറി, ഞാൻ നാളെ തൊട്ട് ശരിക്കിടാം. ശരി, നിൻ്റെ കയ്യിൽ എന്താ ഉള്ളത് പറ എന്ന് പറഞ്ഞു. അങ്ങനെ റിയൽ എസ്റ്റേറ്റിൽ അപ്പാർട്ട്മെൻറ്റ്, ടൗൺ ഹൗസ് ഒക്കെയാണ് ചെയ്യുന്നത്. ടൗൺ ഹൗസ് ചെയ്യുന്നുണ്ടോ? എവിടെ? ഷാർജയിൽ ചെയ്യുന്നുണ്ടോ? ഷാർജ ചെയ്യുന്നുണ്ട്. അങ്ങനെ അത് ഒരു കച്ചവടമായി. ആ വ്യക്തി എൻ്റെ നിന്ന് മേടിച്ചു. ആ കോളറ് ശരിയാക്കാൻ വിളിച്ചതാണ്, മനസ്സിലായത്. അപ്പോൾ പുള്ളി അത് എൻ്റെ സ്നേഹത്തോടെ പറഞ്ഞ ആളുടെ ഉദ്ദേശം മേടിക്കാമെന്ന്. അപ്പോൾ എനിക്ക് മനസ്സിലായി എന്നെ ആൾക്കാർ ശ്രദ്ധിക്കുന്നുണ്ട്, ഞാൻ നന്നാവണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. സോ മലയാളീസ് സപ്പോർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. എനിക്കൊരിക്കലും അങ്ങനെ ഒരു ബാഡ് ഫീലിംഗ്, അത് വളരെ ചുരുക്കം. ചിലർ തെറ്റി ഈ പറഞ്ഞ പോലെ മല്ലു ബ്രോക്കർ കല്യാണ ബ്രോക്കറാണെന്നൊക്കെ ചോദിക്കും. അല്ലാതെ അങ്ങനെ ഒരു ബാഡ് സിറ്റുവേഷൻസ് എനിക്ക് അവിടെ ഉണ്ടായിട്ടേ ഇല്ല. എപ്പോഴും സപ്പോർട്ട് ചെയ്ത് തന്നെ ആൾക്കാരെ നിന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും. യെസ്. അപ്പോൾ ഇന്നിപ്പോൾ എനിക്ക് ഭയങ്കര അഭിമാനത്തോടെ പറയാം, എൻ്റെ മുന്നിലിരിക്കുന്ന സൂരജ് കൃഷ്ണകുമാർ 10-75 ലക്ഷം രൂപ കടമുണ്ടായിരുന്ന ഒരു സാധാരണ കുടുംബത്തിലൊരു പയ്യൻ വെറും 2 വർഷത്തെ കഷ്ടപ്പാടിൽ ഇന്ന് കടങ്ങളെല്ലാം മാറ്റി സൈഡിൽ സേവിങ്സ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ സ്വന്തം അമ്മയ്ക്കിപ്പോൾ മകനെക്കുറിച്ച് എത്ര പ്രൗഡായിട്ടുള്ളൊരു നിമിഷമാണല്ലേ. വേറൊന്നും വേണ്ട, സൂരജിന് സെൽഫിലേക്ക് തന്നെ നോക്കുമ്പോൾ ഭയങ്കര കോൺഫിഡൻസ് തോന്നുന്നില്ലേ, ഞാൻ കൊള്ളാം. കാരണം ബാധ്യത ഉണ്ടാക്കാൻ എല്ലാവർക്കും ഭയങ്കര എളുപ്പമാണ് അല്ലേ. ആ ബാധ്യത വളരെ ഷോർട്ട് സ്പാൻ ഓഫ് ടൈമിൽ അത് സൂരജിൻ്റെ ഉള്ളിലുള്ള ഒരു വാശിയായിരിക്കണം. എനിക്ക് എത്രയും പെട്ടെന്ന് എൻ്റെ കടങ്ങൾ മാറ്റണം. ആ ഒരു വാശി, ഹെൽത്തി ആയിട്ടുണ്ടായിരുന്ന ആ ഒരു സംഭവം ആരെയും ഹേർട്ട് ചെയ്യാണ്ട് സൂരജ് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിൽ അത് പൈസ പെട്ടെന്നുണ്ടാക്കി കടങ്ങളെല്ലാം തീർത്തു. ശരിക്കും ഭയങ്കര യു ആർ റിയലി എന്താ പറയുക, പ്രൂവ് ചെയ്ത് കഴിഞ്ഞ ഒരാൾ തന്നെയാണ്. നമുക്ക് ആ ഒരു ജേണി മൊത്തത്തിലൊന്ന് പറയാം സൂരജ്. ഇവിടെ നാട്ടിൽ ഒരു പ്രൈവറ്റ് കമ്പനിയിൽ വർക്ക് ചെയ്തിരുന്ന ഒരു സൂരജിന് എവിടെ നിന്നാണ് ഇത്ര അധികം, അത് കുടുംബത്തിൽ നിന്ന് എങ്ങനെയാണ് ഇങ്ങനെ ഒരു കടം വന്നത് എങ്ങനെയാണ്? അതായത് ഞാൻ ഒരു 19 വയസ്സുള്ളപ്പോൾ എൻ്റെ അച്ഛൻ ആ സമയത്ത് ഒരു 49 ഇയേഴ്സ് ഓൾഡ് ആൾ. അപ്പോൾ ആൾ പെട്ടെന്ന് ഞങ്ങളിങ്ങനെ ഒരു കൊടൈക്കനാൽ ട്രിപ്പ് പോയതാണ്. ട്രിപ്പ് പോയിക്കുമ്പോൾ ഇരിക്കുന്നതിൻ്റെ ഇടയിൽ പുള്ളി ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള മനുഷ്യനായിരുന്നു. പെട്ടെന്നൊരു കാർഡിയാക് അറസ്റ്റ് ഉണ്ടായി എൻ്റെ മുമ്പിൽ വെച്ചിട്ട്. അപ്പോൾ എനിക്കന്ന് നമ്മുടെ ഈ CPR എടുപ്പിക്കുക അങ്ങനെയൊന്നും അറിയില്ല എൻ്റെ ഏജിൽ. ഞാൻ അതിനെ ആലോചിക്കണില്ലല്ലോ നമുക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കും. സഡൻ ഡെത്ത് ആയിരുന്നു. അത് കഴിഞ്ഞ് എൻ്റെ വീട്ടുകാരെ കംപ്ലീറ്റ്ലി, ഞാൻ ഒറ്റ മോനാണ്, ഫുള്ളി നോക്കിയിരുന്നത് ഞാനാണ്. അപ്പോൾ എൻ്റെ ഇനീഷ്യൽ പാഷൻ എന്ന് പറഞ്ഞാൽ സിനിമയായിരുന്നു. എന്തെങ്കിലും ഞാൻ വലിയൊരു മമ്മൂട്ടി ഫാനാണ്. അപ്പോൾ മമ്മൂക്കേനെ വെച്ച് സിനിമ ചെയ്യണം, ഷോർട്ട് ഫിലിംസ്, അങ്ങനത്തെ പരിപാടികളായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. അഭിനയമല്ല, സംവിധാനമായിരുന്നു, രണ്ടുണ്ടായിരുന്നു. അപ്പോൾ സംവിധാനം ചെയ്യാൻ നടന്മാരെ കിട്ടാത്തതുകൊണ്ട് ഞാൻ തന്നെ അഭിനയിച്ചിരുന്നു. അപ്പം അങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ അഭിനയമായി ഇഷ്ടം. അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരുന്നു, ഷോർട്ട് ഫിലിംസും കാര്യങ്ങളും. അപ്പോൾ അതിന് വേണ്ടിയിട്ടും പൈസ റോളിംഗ് ഉണ്ടായിരുന്നു, അതുപോലെ പല കാര്യങ്ങൾക്കും. അത് കഴിഞ്ഞ് എൻ്റെ ഒരു ലവ് മാരേജ് ആയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് കല്യാണത്തിൻ്റെ ചിലവുകൾ, പിന്നെ ഞാൻ ഓബ്വിയസ്ലി കുറച്ച് റിസ്ക് ഏറ്റെടുത്ത് ചെയ്യുന്ന ഒരാളാണ്. അതിൻ്റെ ഇടയിൽ എനിക്കൊരു നല്ല ജോലി കിട്ടി. ഞാൻ ബൈജൂസിലാണ് വർക്ക് ചെയ്തിരുന്നത്. സോ അവിടെ വെച്ചിട്ട് എനിക്ക് അത്യാവശ്യം ശമ്പളം ഉള്ളതുകൊണ്ട് തന്നെ കുഴപ്പമില്ലാത്ത രീതിയിൽ ബാധ്യതകളൊക്കെ തീർത്ത് പോയിരുന്നു. അപ്പോൾ വീണ്ടും നമുക്കൊരു ആഗ്രഹം, എന്തെങ്കിലുമൊക്കെ ചെയ്യണം, അമ്മയ്ക്കും ഇവർക്കൊക്കെ വേണ്ടി ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിൽ എൻ്റെ വീട്ടിൽ ഞാൻ, അമ്മ, അമ്മൂമ്മയുടെ അമ്മ, പിന്നെ എൻ്റെ ഭാര്യ, ഇത്രയും പേരെ ഉണ്ടായിരുന്നു അന്ന്. അപ്പോൾ ഞാനന്ന് അവർക്ക് വേണ്ടിയിട്ട് ഒരു വീട് വാങ്ങാനുള്ളൊരു പ്ലാൻ ഇട്ടു. വീട് വാങ്ങി. പക്ഷേ ഈ വീട് വാങ്ങി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് കാര്യം മനസ്സിലായത്. നമ്മൾ വാങ്ങിയത് പാലക്കാടല്ല, അല്ല, എറണാകുളത്ത്. അന്ന് അവിടെ എറണാകുളത്താണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ വീട് വാങ്ങി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, നമ്മൾ എപ്പോഴും നമ്മുടെ ശമ്പളത്തിൻ്റെ പകുതി കൂടുതൽ ഒരിക്കലും EMI എടുത്ത് വെക്കരുത്. അങ്ങനെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കുള്ള എമർജൻസി ഫണ്ടുകൾ എല്ലാം ബ്ലോക്കാവും. എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്നാൽ, മെഡിക്കൽ കണ്ടീഷൻ വന്നാൽ ബ്ലോക്കാവും. ഇതൊന്നും അന്ന് നമുക്കറിയില്ല, നമ്മളന്ന് റിയൽ എസ്റ്റേറ്റിലല്ല വർക്ക് ചെയ്യുന്നത്. സോ അങ്ങനെ പെട്ടപ്പോൾ എൻ്റെ ശമ്പളത്തിൻ്റെ പകുതി കൂടുതൽ എനിക്ക് ഇതുണ്ടായിരുന്നു EMI.
അപ്പോൾ എന്തൊക്കെയോ ആവശ്യം വരുമ്പോൾ എനിക്കൊന്നും ചെയ്യാൻ പറ്റണില്ല. കടങ്ങളിങ്ങനെ കൂടി പെരുകാൻ തുടങ്ങി. നമ്മൾ കൺട്രോൾഡ് അല്ലാത്തൊരു ഫിനാൻഷ്യൽ കണ്ടീഷനിലാണ് ഓടിക്കൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴാണ് ഐ വാസ് പുഷ് ടു ഗോ ടു ദുബായ്. സ്വയം ഞാൻ പുഷ്ഡ് ആയിരുന്നു, ദുബായ് പോകണം, കാര്യങ്ങൾ ചെയ്തെടുത്തേ പറ്റുള്ളൂ എന്നുള്ളത്. അതായത് നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുള്ള പോലെ നമ്മുടെ നാട്ടിൽ നിന്നാൽ പെട്ടെന്ന് പൈസ ഉണ്ടാക്കാൻ പറ്റില്ല, അതിന് വെളിനാട്ടിൽ പോയാൽ മാത്രമാണ് നമുക്ക് പെട്ടെന്നൊരു, നമ്മുടെ നാട്ടിൽ നിന്നാൽ നമുക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റും, പക്ഷെ നമ്മളൊരു കംഫർട്ട് സോണിലാണ് ഓടുന്നത്. അതായത് നമുക്ക് കടങ്ങളൊന്നും ഇല്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ വീട്ടിൽ അവരുടെ ഫാമിലിയായിട്ട് സമാധാനത്തോടെ ജീവിക്കാനാണെങ്കിൽ നമ്മുടെ നാട്ടിൽ നിന്നാൽ മതി. പക്ഷെ കുറച്ച് കടങ്ങളും അതുപോലെ കുറച്ച് ബാധ്യതകളും എന്തെങ്കിലുമൊക്കെ കൂടുതൽ അച്ചീവ് ചെയ്യണം, നമ്മുടെ ജീവിതത്തിൽ കുറെ കൂടെ ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ പുറത്തു പോയേ പറ്റുള്ളൂ. സോ അങ്ങനെ ഒരു സിറ്റുവേഷൻ എനിക്ക് വന്നു. അങ്ങനെയാണ് ഞാൻ ആക്ച്വലി ദുബായിക്ക് പോകുന്നത്. ദുബായ് പോയി 1.5 വർഷത്തോളം ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്തു. കാര്യങ്ങൾ വിചാരിച്ച രീതിയിലൊന്നും നടന്നില്ല. കാരണം ജോലിയൊന്നും കിട്ടിയില്ല. അല്ല, ജോലിയോടെയാണ് പോകുന്നത്. ഒരു ജോലി കിട്ടിയിട്ടാണ് പോകുന്നത്. ദുബായ് റിയൽ എസ്റ്റേറ്റിലല്ല, ഇന്ത്യൻ റിയൽ എസ്റ്റേറ്റിലെ ജോലിയാണ്. അതായത് അവിടെ നിന്നുകൊണ്ട് NRIസിന് ഈ നോർത്തിലുള്ള, അതായത് ഇപ്പോൾ നമ്മുടെ പൂനെ, നോയിഡ പോലത്തെ സ്ഥലങ്ങൾ സെല്ല് ചെയ്യായിരുന്നു ഞാൻ ആദ്യം ഒരു കമ്പനിയിലിരുന്നുകൊണ്ട് ചെയ്തിരുന്നത്. പക്ഷേ എനിക്കതിലൊരു ഒട്ടും കൺവിക്ഷൻ ഉണ്ടായിരുന്നില്ല. കാരണം നമ്മൾ കാണാത്തൊരു സംഭവത്തെ പറ്റിയാണ് നമ്മൾ വിൽക്കുന്നത്. ഞാൻ പൂനെ പോയിട്ടില്ല, ഞാൻ നോയിഡയിൽ പോയിട്ടില്ല, പക്ഷെ ഞാൻ അവിടെ ഇങ്ങനെയുണ്ട് അവിടെ ഇങ്ങനെ ഉണ്ടെന്ന് പറയുമ്പോൾ എനിക്ക് സ്വയം ഒരു കൺവിക്ഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ എനിക്ക് സെയിൽസ് വരുന്നില്ലായിരുന്നു. ഒരു വർഷത്തോളം അങ്ങനെ പോയി. അങ്ങനെ 50 ലക്ഷം ഉണ്ടായിരുന്ന കട 70-ലോട്ടും 75-ലോട്ടും പോയിക്കൊണ്ടിരുന്നു. അതിൻ്റെ ഇടയിൽ കച്ചവടം കുറഞ്ഞുകൊണ്ട് തന്നെ അവരെന്നോട് മൂവ് ചെയ്യാൻ പറയുന്നു. അങ്ങനത്തെ പ്രശ്നങ്ങൾ ഒട്ടും എന്താ പറയുക, ഞാൻ നല്ല രീതിയിൽ മുന്നോട്ട് പോയില്ല, നീ നിന്നിട്ട് കാര്യമില്ല, നാട്ടിലോട്ട് തിരിച്ചു പോകുന്നവരെ അവരെന്നോട് പറഞ്ഞു. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാൻ സ്വയം എന്തെങ്കിലുമൊക്കെ പ്ലാൻ ബി ട്രൈ ചെയ്യണമല്ലോ എന്നുള്ള ഉദ്ദേശത്തോടെ വീഡിയോ ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഫ്രണ്ടിൽ ഒരു സെൽഫി ആയിട്ട് ഞാൻ ക്യാമറ വെച്ച് ഞാൻ വീഡിയോസ് ചെയ്ത് തുടങ്ങിയതാണ്. അപ്പോൾ അതിൽ നിന്നാണ് എനിക്ക് പേഴ്സണലി ഈ പറഞ്ഞ പോലെ എൻക്വയറീസ് വരാൻ തുടങ്ങിയത്. അപ്പം ഞാൻ അവരോട് പോയിട്ട് പറഞ്ഞു, സാർ എനിക്ക് കോൾഡ് കോളിങ്ങിനെക്കാട്ടും നല്ലത് ഈ എൻക്വയറി ആയിരിക്കും എന്ന് പറഞ്ഞപ്പോൾ, നീ ആദ്യം ഒരു കച്ചവടം ചെയ്ത് കാണിക്കുക, എന്നിട്ട് വർത്താനം പറയാമെന്ന് പറഞ്ഞു. അപ്പോഴവരെന്നെ വിശ്വസിക്കുന്നില്ല. അപ്പം ഞാൻ അവിടുന്ന് മൂവ് ചെയ്തു, ആ ഒരു കമ്പനിയിൽ നിന്ന് മൂവ് ചെയ്തു. എന്നിട്ട് എൻ്റെ ഒരു മെൻറ്ററായിട്ടുള്ള ഒരു വ്യക്തിയുണ്ട്, മിസ്റ്റർ ജെയിൻ ജോസ് എന്ന് പറഞ്ഞിട്ട്, ആളുടെ ഒരു കമ്പനിയിൽ നമ്മൾ ഒരുമിച്ച് കയറി. അങ്ങനെയാണ് നമ്മൾ ഒരു ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്താ പറയുക, ഈ ഒരു വീഡിയോ വഴി ഉള്ള സെയിൽസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ 1.5 വർഷം കൺസിസ്റ്റൻ്റ്ലി വീഡിയോസ് ചെയ്തു, കൺസിസ്റ്റൻ്റ്ലി എല്ലാം ചെയ്തിട്ട് ഒരു 10-40ഓളം ഡീലുകൾ മലയാളികൾ എൻ്റെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്തു. ഈ ജസ്റ്റ് വീഡിയോ കണ്ട് മാത്രം എന്നെ വിശ്വസിച്ച്. സോ അപ്പോൾ ആ ഒരു മലയാളികളുടെ വിശ്വാസവും പിന്നെ എൻ്റെ വീട്ടുകാരുടെ പ്രാർത്ഥനയും പിന്നെ ഞാൻ നേരത്തെ ലവ് മാരേജ് ചെയ്ത എൻ്റെ ഭാര്യയുടെ പ്രാർത്ഥനയും കൊണ്ടാണ് എല്ലാം. പിന്നെ സൂരജിൻ്റെ ഹാർഡ് വർക്കും തീർച്ചയായിട്ടും ഇല്ലയെന്ന് പറയുന്നില്ല. കാരണം ഈ 50 എന്നുള്ളത് 75-ൻ്റെ മേളിലോട്ട് കയറി തുടങ്ങിയപ്പോൾ ഈവൻ ഒരു സൂയിസൈഡിനെ പറ്റി വരെ ഞാൻ ആലോചിച്ചിട്ടുണ്ട്. കാരണം ഇത് നമുക്ക് വീട്ടിൽ പറയാൻ പറ്റില്ല, അവരെ വിഷമിപ്പിക്കുക എന്നല്ലാതെ. അതിൻ്റെ ഇടയിലാണ് കുഞ്ഞ് ജനിച്ചതും കാര്യങ്ങളൊക്കെ ഉണ്ടായത്. അപ്പോൾ ആ കുഞ്ഞിൻ്റെ മുഖവും ഭാര്യയുടെ മുഖവും ഒക്കെ ഓർമ്മ വരുന്നു, വേണ്ട വെക്കുന്നു. ഇടയ്ക്ക് വെച്ചിട്ട് ആ പഴയ കമ്പനിക്കാരെന്നെ അവിടെ ഇവിടേക്ക് ട്രാൻസ്ഫറൊക്കെ ചെയ്തിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു. ഒട്ടും പറയാൻ ആഗ്രഹിക്കാത്തതും ആലോചിക്കാൻ താല്പര്യമില്ലാത്തതുള്ള സമയം. സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. ഈ 3 കൊല്ലം കൊണ്ട് പെട്ടെന്ന് അത്ഭുതം സംഭവിച്ചാൽ, അതിൽ 1.5 കൊല്ലം ഭയങ്കര സ്ട്രഗിളായിരുന്നു. പിന്നീടുള്ള 1.5 കൊല്ലം കൊണ്ടുണ്ടായ മിറാക്കിൾസിൽ എല്ലാവരുടെയും പ്രാർത്ഥനയും എൻ്റെ കഠിനാധ്വാനവും ഉണ്ട്. അങ്ങനെയാണ്. ഓക്കെ. പക്ഷെ നാട്ടിലാണെങ്കിലും നേരത്തെ സ്ഥലക്കച്ചവടം, അച്ഛനും ഇതൊന്നും അല്ലല്ലോ ജോലിയൊന്നും. അപ്പം അങ്ങനത്തെ ഒരു സ്ഥലമോ കച്ചവടമോ കാര്യങ്ങളോ ഒന്നും അറിയില്ല. ഒരു എഡ്യൂക്കേഷൻ സെക്ടറിൽ വേറൊരു സെയിൽസിൽ തന്നെ നിന്നിരുന്ന ഒരാൾ പെട്ടെന്ന് സെയിൽസ് ആണ് ഇതെന്ന് പറഞ്ഞാൽ പോലും രണ്ടും 2 മേഖലയിലുള്ള സംഭവങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ശരിക്കും വളരെ സീനിയർ ആയിട്ടുള്ള ഒരുപാട് ആൾക്കാർ ഇതിൻ്റെ ഒരു എന്താ പറയുക, ഇത് ശരിക്കും ഹാൻഡിൽ ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ടല്ലോ. അപ്പം അവർ ചെയ്യുന്ന രീതിയും കാര്യങ്ങളും ഇതിനൊരു പ്രത്യേക നാക്കും ഒക്കെ ഉണ്ട്. സോ സൂരജ് എങ്ങനെയാണ് ആ ഒരു നാക്ക് പഠിച്ചെടുത്തത്, മനസ്സിലാക്കിയതും? അല്ലെങ്കിൽ ഈ റിയൽ എസ്റ്റേറ്റിനകത്തേക്ക് വന്നത് തന്നെ ആക്സിഡൻ്റലി വന്നതാണോ? അതെ, ആക്സിഡൻ്റലി വന്നു. ആണോ? അതെ. ഞാൻ മറ്റേ നെപ്പോട്ടിസം ഇല്ലല്ലോ. കാരണം എനിക്ക് ആരുമില്ല, ഇങ്ങനത്തെ ഒരു പിൻബലമില്ല, അറിയുന്ന ആൾക്കാരില്ല. അല്ലല്ല, അച്ഛൻ ഇവിടെ എന്താ പറയുക അക്കൗണ്ട് അസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു പാലക്കാട്. അപ്പോൾ ഇതുമായിട്ടൊരു സിങ്കും ഇല്ല, അങ്ങനത്തെ ഒരു പരിപാടിയില്ല. എൻ്റെ ഫാമിലിയിൽ ആരും റിയൽ എസ്റ്റേറ്റ് ചെയ്യുന്നില്ല, ഒരു ഇതുമില്ല. അപ്പോൾ ഞാൻ അവിടെ പോയി, ഇത് ബേസിക്കലി എന്താ പറയുക, വിശന്നിരിക്കണവൻ്റെ അടുത്ത് എന്ത് കൊടുത്താലും കഴിക്കും എന്നുള്ള മൈൻഡ് സെറ്റിലാണ്. അതായത് ഐ വോണ്ടഡ് ടു, എന്നെ അവർ കൊണ്ട് നിർത്തിയ പ്ലാറ്റ്ഫോം റിയൽ എസ്റ്റേറ്റ് ആയിരുന്നു. പിന്നെ എനിക്ക് അവിടെ കിട്ടിയ ബേസിക്കലി ഇപ്പോൾ നമ്മുടെ മറ്റേ സിനിമയിൽ പറഞ്ഞ പോലെ ഇൻസൾട്ടാണ് മുരളി എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ. അവിടെ അവരെന്നോട് പറഞ്ഞു, നിന്നെക്കൊണ്ട് ഇത് ചെയ്യാൻ പറ്റില്ല, ഫസ്റ്റ് കമ്പനിക്കാർ. അപ്പോൾ എന്നാൽ ചെയ്ത് നോക്കാം
അന്നേരം നടക്കുമോ നോക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വീഡിയോസ് ചെയ്തതാണ്. ചെയ്തു റിസൾട്ട് വരാൻ തുടങ്ങി. ഫസ്റ്റ് ഒരു 2024 ഫെബ്രുവരിയാണ് ആക്ച്വലി എൻ്റെ ലൈഫ് മാറ്റിയത്. ഞാൻ പുതിയ കമ്പനിയിൽ കയറി, ആ കമ്പനിയിൽ മാറി ഈ പറഞ്ഞ എൻ്റെ മെൻറ്ററുടെ കമ്പനിയിൽ കയറി 2024 ഫെബ്രുവരിയിൽ മാത്രം എൻ്റെ നിന്ന് 6 പേരാണ് വീട് വാങ്ങിയത്. 6 പേര്. ആ ഒരൊറ്റ മാസം കൊണ്ട് എൻ്റെ ഹോം ലോൺ തീർന്നു. മനസ്സിലായോ? അപ്പോൾ 6 പേര് വീട് വാങ്ങി. മറ്റേ ചെറിയ പ്രൊഡക്റ്റ് വാങ്ങലല്ലോ വീട്. അപ്പോൾ 6 പേര് വീട് വാങ്ങി. അതിൽ ടൗൺ ഹൗസ് ഉണ്ടായിരുന്നു. നേരത്തെ പറഞ്ഞ കോളറിൻ്റെ ആ വ്യക്തി പോലും ആ ഒരു പർട്ടിക്കുലർ മാസമാണ് വാങ്ങിയത്. അപ്പോൾ അതെല്ലാം കൂടെ ഒരുമിച്ച് വന്നു. അപ്പോൾ കടങ്ങൾ തീരാൻ തുടങ്ങി. പിന്നെ എന്നെ വിശ്വസിച്ച് നാട്ടിൽ എന്നെപ്പോലെ സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാർ കയറി വരാൻ തുടങ്ങി ആ കമ്പനിയിലോട്ട്. അവരും ഈ പറഞ്ഞ പോലെ കുറച്ച് കടങ്ങളുണ്ടായിരുന്നു. അവരും സൂരജ് രക്ഷപ്പെടുമല്ലോ എന്ന് അറിയാൻ വേണ്ടി വെയിറ്റ് ചെയ്തു. രക്ഷപ്പെടുന്നുണ്ടെന്ന് കണ്ടപ്പോൾ കയറി വന്നു. അപ്പം ഞാൻ ആക്ച്വലി എൻ്റെ ഒരു സെഗ്മെൻറ്റിലുള്ള കുറേ ആൾക്കാർക്ക് ആ സമയത്ത് ഒരു വഴി ഒരുക്കിയിട്ടുണ്ട്. ഇപ്പോൾ അതിൽ കുറേ പേര് ഇപ്പോൾ നന്നായിട്ട് ചെയ്യുന്നുമുണ്ട്. അപ്പോൾ അന്ന് ഓൾറെഡി നന്നായിട്ട് ചെയ്യുന്ന ആൾക്കാർ, ഇപ്പോഴും നന്നായിട്ട് ചെയ്യുന്ന ആൾക്കാർ അവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ മമ്മൂക്കയും ലാലേട്ടനൊക്കെ അവിടെ ഉണ്ട്. നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ സൈഡിൽ കൂടെ ചെയ്തു പോകുന്നു എന്നുള്ളതാണ്. ഓക്കെ. ദുബായിൽ അപ്പോൾ ഇപ്പോൾ ചെയ്യുന്നത് മൊത്തം ഫ്ലാറ്റ്സ്, ടൗൺ ഹൗസസ്, വില്ലാസ്, അതൊക്കെയാണ് എല്ലാം ചെയ്യുന്നത്, ഡീൽ ചെയ്യുന്നത് എല്ലാം അല്ലേ? ഇതിനകത്തു തന്നെയും ഇങ്ങനൊരു വീഡിയോ, അതായത് ഉള്ളിൻ്റെ ഉള്ളിൽ ഫിലിം മേക്കിംഗ് അല്ലെങ്കിൽ അഭിനയം വളരെ പാഷനേറ്റ് ആയിട്ട് നിൽക്കുകയാണ്. അതിനിടയിൽ പൈസ ഉണ്ടാക്കാൻ, ജീവിക്കാൻ വേണ്ടി ബിസിനസ്സിലേക്ക് വന്നു. അത് ആ സംഭവങ്ങൾ പോയി. പക്ഷെ ഏതൊരു സുദിനത്തിലാണ് ഓക്കെ എൻ്റെ ഈ പാഷനും എൻ്റെ ഈ പ്രൊഫഷനും കൂടെ ക്ലബ് ചെയ്താൽ എന്നെ പെട്ടെന്ന് ആൾക്കാരുടെ ഇടയിലേക്ക് എനിക്കൊരു റീച്ച് കിട്ടുമെന്ന് ആ ഒരു തോട്ട് അതെങ്ങനെ എപ്പോഴാണ് വന്നു തുടങ്ങിയത്? ഐഡിയലി ഞാൻ കുറച്ച് മാനിഫെസ്റ്റേഷനിൽ വിശ്വസിക്കുന്ന ആളാണ്. ഓക്കെ. അതായത് ഇപ്പോൾ ഇരിക്കുന്ന ഇൻ്റർവ്യൂ പോലും ഞാൻ മുമ്പ് കുഞ്ഞായിരുന്ന സമയത്ത് ഒരാളെന്നെ ഇൻ്റർവ്യൂ ചെയ്യുകയാണെങ്കിൽ എന്ത് പറയണമെന്ന് ഞാൻ ആലോചിച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ. അതായത് ഞാൻ അങ്ങനെ ഇരുന്നിട്ട് ഞാൻ ഇപ്പോൾ വണ്ടിയിൽ വരുമ്പോൾ കൂടെ എന്താണ് ചേച്ചി എന്നോട് പറയാൻ പോകുന്നത് എനിക്കറിയില്ല. പക്ഷെ ഞാനിങ്ങനെ പറയുന്നുണ്ടില്ലേ, അങ്ങനെ അങ്ങനെ സംസാരിക്കേണ്ടത് തന്നെയാണ്. ഓക്കെ, മനസ്സിലായോ? അങ്ങനെ ഒരാളാണ് ഞാൻ ഇപ്പോൾ ബേസിക്കലി. അപ്പോൾ നമ്മളിങ്ങനെ കുറേ മാനിഫെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറേ കഴിയുമ്പോൾ നടക്കുമെന്ന് പറയും. അപ്പം അങ്ങനെ ഒരു മാനിഫെസ്റ്റേഷനാണ് എനിക്ക് സിനിമ. ഞാൻ വിട്ടിട്ടില്ല. ബേസിക്കലി ഭയങ്കര മമ്മൂക്ക ഫാനാണ്. അപ്പോൾ ആളെ എങ്ങനെയെങ്കിലും കാണിക്കണം എന്നുള്ളതായിരുന്നു ആദ്യത്തെ ഉദ്ദേശം. അപ്പോൾ റിയൽ എസ്റ്റേറ്റ് അല്ല ഞാൻ പറയണത്, ഷോർട്ട് ഫിലിംസ് ചെയ്തിരുന്നതും എല്ലാം ആളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പുള്ളിയുടെ ഒരു ഓൺ യുവർ വാട്ടർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു പദ്ധതിയൊക്കെ ഉണ്ടായിരുന്നു. അതിന് ആൾ പോലും അറിയാതെ ആളുടെ ആഡ് ഞാൻ ചെയ്തിട്ട് ഇവിടെ പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ പ്ലേ ചെയ്തിട്ടുണ്ട്. ഓക്കെ, പുള്ളി അറിഞ്ഞിട്ടുണ്ടാവില്ല. ഫുൾ അവിടെ ആൾക്കാർ ഇറങ്ങി വരുമ്പോൾ റെയിൽവേ സ്റ്റേഷനിലെ എല്ലാ ടി വിയിലും എൻ്റെ ആഡ് റൺ ചെയ്തുകൊണ്ടിരിക്കും, ഓൺ യുവർ വാട്ടർ. അങ്ങനെ ചെയ്തിട്ടുണ്ട് ഞാൻ, എങ്ങനെയെങ്കിലും പുള്ളിയിലേക്ക് എത്തണം എന്നുള്ളത്. പക്ഷെ അതിൻ്റെ ഇടയിലാണ് ഈ കടങ്ങളും ബാധ്യതകളും ഒക്കെ വന്ന് എൻ്റെ കുറേ സ്ക്രിപ്റ്റുകളും കാര്യങ്ങളും ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, എനിക്ക് ആളെ കാണിക്കാനൊന്നും പറ്റാണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു രീതിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് കടങ്ങൾ വരുന്നത്, ബാധ്യതകൾ വരുന്നത്. പക്ഷെ എന്നാലും ഉള്ളിലുള്ള ആ ഒരു അഭിനേതാവോ അല്ലെങ്കിൽ ഒരു സംവിധായകനോ ഒക്കെ ഉള്ളിലുള്ളതുകൊണ്ട് തന്നെ അത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും ഞാൻ ടച്ച് ബേസ് ചെയ്ത് വെക്കാറുണ്ട്, എന്തെങ്കിലുമൊക്കെ ചെയ്ത് വെക്കാറുണ്ട്. അങ്ങനെയാണ് നമ്മളിപ്പോൾ കണ്ടൻറ്റ് ചെയ്യുമ്പോൾ കൂടെ സാധാരണ ദുബായ് റിയൽ എസ്റ്റേറ്റിലുള്ള എല്ലാവരുടെയിൽ നിന്നും ഞാൻ എന്തെങ്കിലും കുറച്ച് വ്യത്യാസമായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഞാൻ വളരെ സാധാരണക്കാരനായിട്ട് പെർഫോം ചെയ്തു ആ വീഡിയോസിൽ എന്നുള്ളതാണ്. ഞാൻ ഒട്ടും പ്രൊഫഷണൽ കോട്ടിട്ട് അങ്ങനെ എല്ലാ വീഡിയോസ് ചെയ്തിരുന്നത്. വളരെ ഷാബി സാധാരണ ഡ്രസ്സിട്ട് സാധാരണക്കാരനെ പോലെ ദുബായിൽ നിന്നുകൊണ്ട് ഒരു വീഡിയോ ചെയ്തപ്പോൾ ആൾക്കാർക്ക് എന്നെ റിലേറ്റ് ചെയ്യാൻ പറ്റി. ഓക്കെ. സാധാരണ എല്ലാവരും വീഡിയോയുടെ മുമ്പിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടെ വെൽ ഡ്രസ്ഡ് ആവാൻ നോക്കും. നമ്മൾ അങ്ങനത്തെ ഒരു പേഴ്സൺ അല്ലേ പോലും വീഡിയോയിൽ വരുമല്ലേ, 4 പേര് കാണുമല്ലേ എന്നോർത്തുകൊണ്ട് ഇല്ലാത്ത പൈസ മുടക്കിയിട്ടാണെങ്കിലും നമ്മൾ നല്ല ഡ്രസ്സ് വാങ്ങി കുറച്ചും കൂടെ നമ്മളെ പോളിഷ് ചെയ്ത് കുറച്ച് വെൽ മാനേഡ്, വെൽ ഡ്രസ്ഡ് ആയിട്ടുള്ള രീതിയിലൊക്കെയാണ് നമ്മൾ വീഡിയോയിലൂടെ നമ്മളെ കാണിക്കുന്നതുമെല്ലാം അല്ലേ? അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്തുകൊണ്ടാണ് സൂരജ് ഈ പറയുന്ന പോലത്തെ ഷാബി ആയിട്ടുള്ള ഡ്രസ്സ് ഇട്ട് തന്നെ വീഡിയോ എടുക്കാൻ? അപ്പോൾ അത് കോൺഷ്യസ്ലി എടുത്തൊരു തീരുമാനമായിരുന്നു? കാശില്ലാത്ത അന്ന് പൈസ ഇല്ല. അന്ന് 2024 ഈ ഫെബ്രുവരി വരെ എൻ്റെ കയ്യിൽ പൈസ ഇല്ല. ഫെബ്രുവരിയിലും പൈസ ഇല്ല. അന്ന് 6 കച്ചവടം വന്നു. പക്ഷേ അതിൻ്റെയൊക്കെ പൈസ വരാൻ ഒരു 3-4 മാസം എപ്പോഴും എടുക്കും. റിയൽ എസ്റ്റേറ്റ് അങ്ങനെയാണ്. റിയൽ എസ്റ്റേറ്റ് ഒരിക്കലും ഒരു ശമ്പളമുള്ള ജോലിയല്ല. നമുക്ക് ഒരു ഡീല് ക്ലോസ് ആയി കഴിഞ്ഞാൽ 3-4 മാസം കഴിഞ്ഞിട്ട് അതിൻ്റെ പേയ്മെൻറ്റ് വരുള്ളൂ. സോ ഫെബ്രുവരിയിലായാലും ഏപ്രിൽ മെയ് വരെ, അപ്പോൾ ഏപ്രിൽ മെയ് വരെ 2023 ഞാൻ അവിടെ ദുബായിലെത്തിയിട്ട് 24 ഏപ്രിൽ മെയ് വരെ 1.5 വർഷം എനിക്ക് പൈസയില്ല. ഞാൻ താമസിച്ചിരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു 16 പേരുടെ ബെഡ് സ്പേസിലായിരുന്നു. ഓക്കെ, അതായത് ഒരാൾ കൂർക്കം വലിച്ചു കഴിഞ്ഞാൽ എനിക്ക് അത് പേടിച്ച് ഞാൻ ഞെട്ടി എണീക്കുമായിരുന്നു. മനസ്സിലായോ? സോ അത്രയും പല രാജ്യക്കാരുമുള്ള ഒരു 16 പേരുടെ റൂമിലാണ് ഞാൻ ആക്ച്വലി എൻ്റെ ലൈഫ് തുടങ്ങുന്നത് 2023. അപ്പോൾ ആ സമയത്ത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ
എനിക്ക് ആഗ്രഹമുണ്ട് നല്ല ഡ്രസ്സ് ഇടണം, നല്ല മുടി നല്ലോണം ആക്കണം, അങ്ങനെ മുടിയൊക്കെ ബേസിക്കലി ചെയ്യാൻ പറ്റും. പക്ഷേ എന്തെങ്കിലും ചെയ്ത് ഇത് നടത്തിയെടുക്കണം എന്ന് മാത്രമേ അപ്പോഴുള്ളൂ. അതിൻ്റെ ഇടയിൽ ഈ ഡ്രസ് കോൺഷ്യസ് അല്ലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് കാര്യങ്ങളൊക്കെ സെറ്റായി, പൈസയൊക്കെ വന്നു തുടങ്ങിയപ്പോൾ പതിയെ ഡ്രസ്സിങ് സെൻസും മാറി, കുറച്ചുകൂടെ നല്ല രീതിയിലുള്ള ഡ്രസ്സ് വരാൻ തുടങ്ങി. പക്ഷെ സത്യം പറഞ്ഞാൽ ഞാൻ മോശം ഡ്രസ്സ് ഇട്ടിരുന്നപ്പോഴാണ് ആൾക്കാർ കൂടുതൽ എൻക്വയറി ചെയ്തിട്ടുള്ളത്. അത് എന്താണെന്ന് എനിക്കറിയില്ല. ആൾക്കാർക്ക് കൂടുതൽ ഇഷ്ടം എന്നെ സാധാരണക്കാരനായിട്ട് കാണാനായിരിക്കാം. നമുക്ക് ചിലവരുടെ ഫേസും ചിലരുടെ രീതികളും ഈ ഒരു അയൽപക്കത്തെ പയ്യൻ ഇമേജ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടായിരിക്കാം. ഞാൻ ഒരു നല്ല ഗോൾഡ് ചെയിനോ വാച്ചോ ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് എൻക്വയറി കുറഞ്ഞോ എന്ന് വരെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതെന്താണെന്നറിയില്ല. അപ്പൊ ഇപ്പൊ വീണ്ടും വീഡിയോസ് ചെയ്യുമ്പോൾ വീണ്ടും സാധാരണക്കാരല്ല, ഇനി അങ്ങനെ ചെയ്ത ആൾക്കാർ വിശ്വസിക്കില്ല. എന്നാലും ഞാൻ ഇപ്പം എന്താ വെച്ചാൽ, ഇപ്പം ഞാൻ സ്വന്തമായിട്ട് ഞാനും എൻ്റെ പാർട്ട്ണർ മിസ്റ്റർ വൈശാഖും ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ട് 5 മാസമായി. സോവിൻ റിയാലിറ്റി എന്നാണ് പേര്. സോ ഞങ്ങൾ 5 മാസത്തിൽ നമ്മൾ ഇന്നലെ നമ്മുടെ 45ാമത്തെ ഡീല് ക്ലോസ് ചെയ്തു. ഓക്കെ, ഞങ്ങളിപ്പോൾ ഒരു 10-15 പേരേ ഉള്ളൂ. അതിൽ കൂടുതലും പെൺകുട്ടികളാണ്. അവരെല്ലാവരും പുതിയ ആൾക്കാരാണ്. ഞാൻ ഭയങ്കര എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരൊന്നും എടുത്തിട്ടില്ല. എൻ്റെ പഴയ കമ്പനിയിൽ നിന്നും ആകെ 2-3 പേരാണ് മാക്സിമം എൻ്റെ കൂടെ വന്നിട്ടുള്ളൂ. ബാക്കി വേറെ ആരെയും ഞാൻ ഒരുപാട് പേരെ ഈ എന്താ പറയുക വലിച്ചങ്ങോട്ട് കൊണ്ടുപോയി ഇങ്ങോട്ട് കൊണ്ടുപോയി അങ്ങനെ ചെയ്തിട്ടില്ല. കുറേ പുതിയ ആൾക്കാരാണ്. അപ്പോൾ ഇവരിൽ കൂടുതൽ വിളിക്കുന്നത് സംസാരിക്കുന്നത് കസ്റ്റമേഴ്സിനോട് ഡീൽ ചെയ്യുന്നതൊക്കെ പെൺകുട്ടികളാണ്. അപ്പോൾ ഇവരിൽ ഒരു 3-4 പേര്, 2 പേര് കഴിഞ്ഞ ആഴ്ച ആക്റ്റീവായി. അവർ ഫസ്റ്റ് സെയിൽ ക്ലോസ് ചെയ്തു. 45 ഡീലോളം നമ്മളെല്ലാവരും കൂടെ ക്ലോസ് ചെയ്തു. 55 മില്യൺ ദിർഹത്തിൻ്റെ ബിസിനസ് ചെയ്തു 5 മാസത്തിൽ. അപ്പോൾ അത് ഞാനും വൈശാഖും കൂടെയുള്ള, വൈശാഖ് എന്ന് പറയുന്നത് ആക്ച്വലി മുമ്പത്തെ ബൈജൂസിലെ തൊട്ടേ എനിക്ക് പരിചയമുള്ള ഒരാളാണ്. അപ്പോൾ പുള്ളിയുടെ ഒരു ആഗ്രഹമായിരുന്നു സ്വന്തമായിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം. സൈമൾട്ടേനിയസ്ലി എൻ്റെ ഈ ഒരു വീഡിയോ വഴി എൻക്വയറി വരുന്നതും എനിക്കൊരു കോൺഫിഡൻസ് തന്നിരുന്നു. അങ്ങനെയാണ് സൂരജിൻ്റെ സോയും വൈശാഖിൻ്റെ വിയും കൂടെ എടുത്തിട്ട് സോവിൻ റിയാലിറ്റി എന്നുള്ള കമ്പനി ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്. നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ഓഗസ്റ്റ് 6-ാം തീയതിയാണ്, കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 6-ാം തീയതി. ഇപ്പോൾ 5 months. ഓക്കെ. അപ്പോൾ ഈ സോവിൻ റിയാലിറ്റിയും ചെയ്തുകൊണ്ടിരിക്കുന്നത് സെയിം തന്നെ ചെയ്തുകൊണ്ടിരുന്ന പോലെ തന്നെ ഫ്ലാറ്റ് സ്റ്റൗൺ ഇതൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. നമ്മൾ ഇത് ആക്ച്വലി ഒരു നമ്മൾ ഉദ്ദേശിക്കുന്നത് എൻഡ് ടു എൻഡ് സൊല്യൂഷൻ ടു റിയൽ എസ്റ്റേറ്റ് എന്നുള്ള കോൺസെപ്റ്റാണ്. അതായത് നമുക്ക് റിയൽ എസ്റ്റേറ്റിൽ വരുന്ന മേഖലകൾ എന്ന് പറഞ്ഞാൽ, ആദ്യം ഒരാൾ മേടിക്കുന്നു, ഒരാൾ വീട് വാങ്ങുന്നതിന് ഞങ്ങൾ ഹെൽപ്പ് ചെയ്യും. നമ്മൾ ചെയ്യുന്നത് നല്ല ഡെവലപ്പേഴ്സായിട്ട് ഇവരെ കണക്ട് ചെയ്യും. അപ്പോൾ നമ്മൾ എല്ലാ പ്രൊജക്ട്സും ചെയ്യാറില്ല. നമ്മൾ കാരണം പ്രത്യേകിച്ച് ഞാൻ ഈ വീഡിയോ വഴി തന്നെ ചെയ്യുന്നതുകൊണ്ട് വളരെ കോൺഷ്യസ് ആയിട്ട് നല്ല ഡെവലപ്പേഴ്സിന് നല്ല പ്രൊജക്റ്റ് മാത്രമേ ആൾക്കാർക്ക് കൊടുക്കുകയുള്ളൂ. കാരണം ഒരു നെഗറ്റീവ് കമൻറ്റ് ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഓടാൻ പറ്റില്ല. സോ അതുകൊണ്ട് വളരെ സെലക്റ്റീവ് ആയിരിക്കും. ഇപ്പോൾ ദുബായിലാണെങ്കിലും ഷാർജയിലാണെങ്കിലും എവിടെയാണെങ്കിലും റാസൽ ഖൈമ എവിടെയാണെങ്കിലും നമ്മൾ അവിടുത്തെ നല്ല ടയർ 1 ഡെവലപ്പറുടെ പ്രൊജക്ട്സ് നോക്കും. അതിൻ്റെ കൂടെ തന്നെ ഞങ്ങൾ ശ്രദ്ധിക്കുന്നൊരു കാര്യം പേയ്മെൻറ്റ് പ്ലാനുകളാണ്. അതായത് ആൾക്കാർ പൊതുവേ മലയാളികളുടെ ഒരു ബേസിക് തിങ് എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ പോക്കറ്റിലധികം പൈസ ഇറക്കി ചെയ്യാൻ താല്പര്യമില്ല. അപ്പോൾ പതിയെ ചെയ്യാൻ പറ്റുന്ന ഇൻവെസ്റ്റ്മെൻറ്റുകൾ ഉണ്ടാവും. ഇപ്പോൾ ഇവിടുത്തെ ഒരു ഇപ്പോൾ ഒരു 2.5 കോടി 3 കോടി രൂപ തൊട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന, അല്ലാതെ 10, 20, 50 കോടിയുടെ കാര്യങ്ങളല്ല. ചെറിയ 3 കോടി 2.5 കോടി കൊണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ചെറിയ പ്രോസസ്സുകൾ, ബൈയിങ് പ്രോസസ്സുകളിൽ നമുക്ക് തുടങ്ങാൻ പറ്റും. അതിന് ഹെൽപ്പ് ചെയ്യും. പിന്നെ അത് കഴിഞ്ഞ് അതിൻ്റെ ഇപ്പോൾ നമ്മളത് പർച്ചേസ് ചെയ്തു, നമ്മളതിൽ കയറി കഴിഞ്ഞാൽ അതിൻ്റെ ഇൻറ്റീരിയർ വർക്കുകൾ ഞങ്ങളത് ചെയ്യുന്നുണ്ട്, ഇൻറ്റീരിയർ ഡിസൈൻ. പിന്നെ അതിന് ഫിനാൻസ് വേണമെങ്കിൽ നമ്മൾ അതിൻ്റെ മോർഗേജ്, ഹോം ലോണ്, പേഴ്സണൽ ലോൺ, അതിന് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി റെൻറ്റ് കൊടുക്കണമെങ്കിൽ നാളെ അതിന് റെൻ്റലിന് നമ്മൾ സ്വന്തം ക്ലയൻസിൻ്റെ മാത്രം, അല്ലാതെ പുറത്തുനിന്നുള്ള റെൻ്റ്, അവരുടെ റെൻ്റൽസിന് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. റീസെയിലിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ അവിടെ ഒരു വിസ പ്രോസസ്സ് ഉണ്ട്, ഗോൾഡൻ വിസ എന്ന് പറയും. 2 മില്യൻ്റെ മേളിലുള്ള, അതായത് ഇവിടുത്തെ ഒരു 4.5 കോടിയുടെ മേളിലുള്ള ഒരു പ്രോപ്പർട്ടി മേടിച്ചാൽ ഗോൾഡൻ വിസ കിട്ടും. അതിൻ്റെ പ്രോസസ്സിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഒരു 2 കോടി, അതായത് 750K ദിർഹം തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഇൻവെസ്റ്റ്മെൻറ്റുകൾക്ക് നമുക്ക് ഇൻവെസ്റ്റർ വിസ എന്നൊരു സംഭവമുണ്ട്. അത് വെച്ചിട്ട് വന്നു പോകാനൊക്കെ പറ്റും. അതിനൊക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ ഓവറോൾ പറഞ്ഞാൽ ഒരു റിയൽ എസ്റ്റേറ്റിൽ തുടക്കം തൊട്ട് അവസാനം, വാങ്ങുന്ന തൊട്ട് വിൽക്കുന്ന വരെയുള്ള ഫുൾ പ്രോസസ്സിൽ ഞങ്ങൾ കൂടെ ഉണ്ടാവും. ഓക്കെ. പൊതുവെ റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് സ്ഥലക്കച്ചവടം എന്നുള്ള വാക്കാണ് ഓർമ്മ വരിക. പക്ഷേ നിങ്ങൾ സ്ഥലങ്ങൾ, പ്രത്യേകിച്ചും ദുബായിലും കൂടി ആയതുകൊണ്ട് അവിടെ സ്ഥലങ്ങളല്ല, മറിച്ച് വീടുകൾ മാത്രമാണ് ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലേ? അപ്പോൾ ഇപ്പോഴാണെങ്കിലും ഈ ദുബായ് ഷാർജ ഏരിയ മാത്രമാണോ, എങ്ങനെ ഇപ്പോൾ നിങ്ങളുടെ അവിടെയൊക്കെ കൂടിയോ, എങ്ങനെ ഇപ്പോൾ ഡെവലപ്പിംഗ് സ്റ്റേജ് സോവിൻ എത്രത്തോളം ലെവലിലാണ് നിൽക്കുന്നത്? നമ്മളിപ്പോൾ കറൻ്റ്ലി ചെയ്യുന്നത് ദുബായ്, ഷാർജ, അബുദാബി, അജ്മാൻ, അങ്ങനെ
ഏരിയാസാണ് ചെയ്യുന്നത്. റാസൽ കൈമ തുടങ്ങി ചെറുതായിട്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് ഏരിയാസ് ആയിട്ടാണ് ചെയ്ത് നമുക്കങ്ങനെ എല്ലാം കൂടെ ഒറ്റയടിക്ക് നടക്കില്ല. അപ്പോൾ നമ്മൾ ഓരോരോ ഘട്ടം ഘട്ടമായിട്ട് കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ദുബായ്, ഷാർജ, അബുദാബി റീജിയൻസിലാണ്. സോ കാരണം അവിടെ ഓരോ മേഖലയിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള മാനേജർ മെറ്റീരിയലായിട്ടുള്ള ആൾക്കാരെ നമ്മൾ ഓൾറെഡി ഹയർ ചെയ്തിട്ടുണ്ട്. സോ അബുദാബിയിൽ ഫോക്കസ് ചെയ്യുന്ന ഒരാളുണ്ട്, ദുബായിൽ ഫോക്കസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഷാർജ ചെയ്യുന്ന ആൾക്കാരുണ്ട്. സോ ആ മാനേജേഴ്സാണ് ഈ പെൺകുട്ടികളെ ട്രെയിൻ ചെയ്ത് അവർ വഴി രണ്ടുപേർക്കും മ്യൂച്വലി ഗുണമുള്ള രീതിയിൽ കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഈവൻ ഇവിടുത്തെ ഇപ്പോൾ നല്ല രീതിയിൽ സെയിൽസ് ചെയ്യുന്ന കുട്ടികളുണ്ടെങ്കിലും അവരും ശ്രമിച്ച് നോക്കേണ്ട ഒരു മേഖലയാണ്. അതായത് അധികം കടങ്ങളോ ബാധ്യതകളോ ഉണ്ടെങ്കിൽ ഞാൻ പുഷ് ചെയ്യില്ല. പക്ഷേ ഒരു 2-3 മാസത്തെ ഒരു ബാക്കപ്പ് ഫണ്ട് കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ജസ്റ്റ് റിയൽ എസ്റ്റേറ്റ് ട്രൈ ചെയ്യണം, സെയിൽസ് ചെയ്യുന്നവരാണെങ്കിൽ. ഓക്കെ, അതായത് എന്തെങ്കിലും ഒരു നമ്മൾ ഈ ഒരു റിയൽ എസ്റ്റേറ്റ് തന്നെ വേണമെന്നില്ല, നല്ലൊരു സംസാരിക്കാൻ കഴിവുണ്ടായാൽ മതി, നല്ലൊരു സെയിൽസിൻ്റെ ഒരു സ്കില്ലുണ്ടായാൽ മതി, നമുക്കത് വെച്ചിട്ട് നല്ല രീതിയിൽ പൈസ ഉണ്ടാക്കാൻ പറ്റും അവിടെ. അപ്പം അത് പലർക്കും അറിയില്ല. പിന്നെ കുറേ പേരും ഡീമോട്ടിവേറ്റ് ചെയ്ത് വെച്ചിരിക്കുക. പിന്നെ ചിലവർ പറഞ്ഞു വെച്ചിട്ടുണ്ട് റിയൽ എസ്റ്റേറ്റിൽ പോയാൽ വഴിതെറ്റും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടുത്തെ പെൺകുട്ടികൾ അങ്ങനെയാണെങ്കിൽ. ഒരിക്കലുമല്ല, അത് അവിടെ വളരെ നല്ല രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. വളരെ സാധാരണക്കാരായ കുട്ടികൾ പോലും നല്ല രീതിയിൽ ഇപ്പോൾ പൈസ ഉണ്ടാക്കി തുടങ്ങിയിട്ടുണ്ട്. കാര്യങ്ങൾ നല്ല രീതിയിൽ നല്ലൊരു മെൻറ്റർ ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഞാൻ തന്നെ ആവണമെന്നില്ല, ഞാൻ പറയാം, നിങ്ങളിപ്പോൾ ആരെടുത്താണെങ്കിൽ പൊക്കോളൂ, നല്ലൊരു മെൻറ്റർ ആണെന്ന് ഉറപ്പ് വരുത്തിയാൽ മാത്രം മതി. നിങ്ങളെ ഗൈഡ് ചെയ്യുന്ന ആൾ നല്ല ആളാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് നല്ലൊരു ഗ്രോത്ത് ഉണ്ടാവും റിയൽ എസ്റ്റേറ്റിൽ. ഏതൊരു ഫീൽഡിൽ നമ്മൾ നോക്കിയാലും നമുക്ക് അതിനകത്ത് കുറച്ച് ചാലഞ്ചിങ് ആയിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു കടമ്പ കടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു ഏരിയ ഉണ്ടാവണം. പക്ഷേ ഇപ്പോൾ സൂരജ് സംസാരിക്കുന്ന അനുസരിച്ചിട്ട് ഇപ്പോൾ സൂരജ് പലരെയും വെൽക്കം ചെയ്യുന്നുണ്ട്. ഇറ്റ്സ് നല്ലൊരാളുണ്ടെങ്കിൽ ഇറ്റ്സ് നല്ലൊരു ഒരു പ്ലാറ്റ്ഫോമാണ് ഇതെന്നുള്ള രീതിയിൽ. പക്ഷേ സൂരജിന് തോന്നുന്നില്ല ഇതിനകത്തും ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പ് ഉണ്ട് അല്ലെങ്കിൽ ഒരു സ്റ്റേജ് ഉണ്ട് എന്നുള്ളത്? ഇതിൽ ആദ്യത്തെ ചാലഞ്ചിങ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 3 മാസമാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തു, നമ്മൾ ഇപ്പോൾ എന്നൊരു ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം സെയിൽ വന്നൊരു കുട്ടിയുടെ കേസ് പറയാം. അവൾ സാലറിയിലല്ല, ഞങ്ങൾ ആരും സാലറിയിലല്ല വർക്ക് ചെയ്യുന്നത്, ഞങ്ങൾ കമ്മീഷനിലാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, സോ കമ്മീഷൻ മോഡലിൽ വർക്ക് ചെയ്യുന്നു. അവൾ വന്നു, ആദ്യത്തെ 1 മാസം അവൾക്ക് കച്ചവടം ഉണ്ടായില്ല. 1 മാസം കഴിഞ്ഞപ്പോൾ ഒരു സെയിൽ വന്നു. ഈ സെയിൽ വന്നു കഴിഞ്ഞ് വിത്തിൻ 2 to 3 months നമ്മുടെ പേ വരിക. അപ്പോൾ ആ ഒരു 3-4 മാസത്തെ പൈസ നമുക്ക് ബാക്കപ്പ് കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ, നമ്മുടെ കയ്യിൽ ബാക്കപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിതിന് ഇറങ്ങാവുന്നേ ഉള്ളൂ. പക്ഷെ പലരും പേടിക്കുന്നത് എന്താ വെച്ചാൽ 3 മാസം എന്നുള്ള ചിലപ്പോൾ 5 മാസമോ, ഞാൻ 2 മാസം എനിക്കൊന്നും വന്നില്ലെങ്കിലോ. അപ്പോൾ ആ ഒരു കോൺഫിഡൻസ് നമുക്ക് വേണം. അതായത് ഞാൻ പറഞ്ഞത് നേരത്തെ, ആ ഒരു മെൻറ്റർ, നമ്മളെ മെൻറ്റർ ആവുന്ന ആൾ അറ്റ്ലീസ്റ്റ് 1-2 മാസത്തിലെങ്കിലും നമ്മൾക്ക് ഡീല് ക്ലോസ് ചെയ്ത് തരാൻ അല്ലെങ്കിൽ ചെയ്തെടുക്കാൻ കെൽപ്പുള്ള ആളായിരിക്കണം നമ്മുടെ അപ്പുറത്തിരിക്കുന്നത്. 6 മാസം 7 മാസത്തോളം ഡിലേ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് വീണ്ടും 1 വർഷത്തേക്ക് ഡിലേ ആവും. അപ്പോൾ ഇതിനൊരു വലിയ ഫിഗറാണ് നമ്മുടെ കയ്യിൽ വരുന്നതെങ്കിലും അതിനൊരു ടൈം ഗ്യാപ്പ് ഉണ്ട്. അതാണ് ഇതിൻ്റെ ചലഞ്ച്. അപ്പോൾ അത് നമ്മൾ നമ്മുടെ ബാക്കപ്പ് കണ്ടിട്ട് വേണം ഇതിലോട്ട് ഇറങ്ങാൻ. ഓക്കെ, അപ്പോൾ ഇനിയുള്ള നിങ്ങളുടെ നെക്സ്റ്റ് പ്ലാൻ എന്തായാലും ഓരോരോ എമിറേറ്റ്സ് ആയിട്ട് ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് ആഡ് ഓൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ നെക്സ്റ്റ് ടൈം ഇനി അവിടെ നിന്നുകൊണ്ട് നമ്മുടെ ഈ നാട്ടിലേക്കും, അതായത് നമ്മുടെ നാട്ടിലേക്ക് അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടോ നിങ്ങളുടെ കമ്പനിക്ക്? കറൻ്റ്ലി നമുക്ക് ഈ പറയുകയാണെങ്കിൽ നാട്ടിൽ നമ്മളെപ്പോഴും ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നല്ല ലൊക്കേഷൻ നോക്കി, മനസ്സിലായില്ലേ, നല്ല ഡെവലപ്പറൊക്കെ നോക്കി പ്രോപ്പർലി ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കാര്യം നടക്കില്ല. അപ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിച്ച് പെക്യൂർ ചെയ്യുക. കാരണം എന്താ വെച്ചാൽ നാട്ടിൽ ഇൻഫ്ലേഷൻ ഭയങ്കര കൂടുതലാണ്. അതായത് നമ്മളിപ്പോൾ 1 കോടി രൂപ നമ്മൾ ചുമ്മാ അങ്ങനെ വെച്ചിരിക്കുകയാണെങ്കിൽ ഓക്കെ, 10 കൊല്ലം കഴിയുമ്പോൾ അതിൻ്റെ വാല്യൂ 40 ലക്ഷം രൂപയായിട്ട് കുറയുന്നതാണ് പറയുന്നത്. കമ്മോഡിറ്റി വാല്യൂ എല്ലാത്തിൻ്റെ ഒരു പ്രൈസിൻ്റെ ഒരു പ്രശ്നം കാരണം നമ്മൾ വെറുതെ വെച്ചാൽ അത് ഇൻഫ്ലേഷൻ കൊണ്ട് 6% ആണ് നാട്ടിലെ ഇൻഫ്ലേഷൻ. ഇനിയിപ്പോൾ ഇവിടുത്തെ ആവറേജ് ROI റെൻ്റൽ റിട്ടേൺ നോക്കിക്കഴിഞ്ഞാൽ ഒരു 3% ആണ് ഇയർലി കിട്ടുന്നത്. ഓക്കെ, സോ 40 lakhs ചുരുങ്ങിയ സാധനം ഒരു 3% വെച്ച് കയറുമ്പോൾ മേ ബി ഒരു 70 lakhs ആയി നിൽക്കും. അപ്പോഴും നമ്മൾ -3 ഓടുന്നത്. ഇനി UAEയുടെ കേസ് എടുത്തു കഴിഞ്ഞാൽ UAEയിൽ ഇൻഫ്ലേഷൻ 3%. അവിടെ ആവറേജ് റെൻ്റൽ 6 to 7%. അതായത് നേരെ തിരിച്ചാണ്. അപ്പോൾ അവിടെ +3 ഓടുമ്പോൾ ഇവിടെ -3 ഇപ്പോൾ നിലവിൽ ഓടുന്നത്. അതുകൊണ്ടാണ് ആൾക്കാർ പോലും ഇവിടുത്തെ ആൾക്കാർ അവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് ഇപ്പോൾ നിലവിൽ. അപ്പം ഞാൻ ഇവിടുത്തെ മാർക്കറ്റിനെ കുറ്റം പറയുകയല്ല, പക്ഷേ ഇപ്പോഴത്തെ നിലവിലെ സിറ്റുവേഷൻ ഇതാണ്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ഇവിടെയും ചെയ്യണമെന്ന് ആഗ്രഹമില്ലായിട്ടല്ല, ഒരു പക്ഷേ ഫ്യൂച്ചറിൽ നമ്മൾ ചെയ്യുകയും ചെയ്യും. ബട്ട് നിലവിലെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ കമ്പനി തുടങ്ങിയിട്ട് 5 months ആയിട്ടുള്ളൂ. സോ ഇപ്പോൾ നമ്മൾ അങ്ങനെ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്ത് പോകേണ്ട ടൈമല്ല. ഇപ്പോൾ നിലവിൽ നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാതെ കാര്യങ്ങൾ അവിടെ ഓടുന്നുണ്ട്.
മേ ബി ആഫ്റ്റർ സം ഇയേഴ്സ് നമുക്ക് ഇവിടെയും ചെയ്യാൻ പറ്റുന്ന ഒരു പൊട്ടൻഷ്യൽ വന്നു കഴിഞ്ഞാൽ, കുറച്ചുകൂടെ ടീം സൈസ് ഒക്കെ ഇൻക്രീസ് ആയി എക്സ്പാൻഡ് ആയി കഴിഞ്ഞാൽ ദെൻ വി വിൽ തിങ്ക് അബൌട്ട് ഇന്ത്യൻ റിയൽ എസ്റ്റേറ്റ് ആസ്. ഓക്കെ. ഇപ്പം നിങ്ങളുടെ ടീമിൽ മൊത്തം 15 പേരെന്നല്ലേ പറഞ്ഞത്? 15 പേര് പ്ലസ് എൻ്റെ വൈഫ്. ഓ ഓക്കെ. അപ്പോൾ എൻ്റെ വൈഫിൻ്റെ പേര് കീർത്തന. അപ്പോൾ ആള് ലേഡി മല്ലു ബ്രോക്കർ എന്നാണ് പേര്. ഓക്കെ. അപ്പോൾ ആള് മിസ്സിസ് അല്ല, ഞാൻ വിചാരിച്ചു മിസ്സിസ് ആയിരിക്കും. അല്ല, ലേഡി മല്ലു ബ്രോക്കർ. ഇപ്പം എന്താ സംഭവം എന്ന് വെച്ചാൽ, ഞാൻ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ചലഞ്ച് എന്നെക്കാട്ട് ലീഡ് ഇപ്പോൾ അവൾക്കാണ് വരുന്നത്. നിങ്ങളുടെ ഇടയിൽ കോമ്പറ്റീഷനാ? അതെ. അപ്പോൾ ഞാൻ ചുമ്മാ പഠിപ്പിച്ചു കൊടുത്തതാ, അതിപ്പോൾ അബദ്ധമായി തോന്നുന്നു. അപ്പോൾ അവൾക്ക് എൻക്വയറി കൂടി. അപ്പോൾ അവിടെ പെൺകുട്ടികൾ വീഡിയോസ് ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്താ വെച്ചാൽ, രണ്ട് ചലഞ്ചുണ്ട് കേട്ടോ. അതെന്ന് വെച്ചാൽ 2 ടൈപ്പ് ആൾക്കാരുണ്ടല്ലോ, മനസ്സിലായില്ലേ? ചിലർ വെറുതെ പെൺകുട്ടികളുടെ വീഡിയോ ആയതുകൊണ്ട് പോയി ക്ലിക്ക് ചെയ്യും. അപ്പം ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ, അതിൽ കൊടുക്കുന്ന നമ്പർ എൻ്റെ ആയിരിക്കും. എൻ്റെ സൗണ്ട് കേട്ടപാടെ ചിലർ കട്ട് ചെയ്ത് പോകും, മനസ്സിലായി. ബാക്കിയുള്ളവർ ജെനുവിൻ ആൾക്കാരെ കിട്ടാൻ എനിക്ക് എളുപ്പമാണ്, കാരണം ഫിൽറ്റർ അവിടെ തന്നെ തീർന്നു. അപ്പോൾ അവളുടെ വീഡിയോസിന് ഇപ്പോൾ അത്യാവശ്യം നല്ല റീച്ച് ഉണ്ട്. അവളുടെ വീഡിയോസിനാണ് ഇപ്പോൾ എൻക്വയറീസ് വരുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് വിശ്രമ മോഡിലാണ്. അപ്പോൾ വൈഫ് തുടങ്ങി കാണിച്ചു കൊടുത്തു, മനസ്സിലാക്കി കൊടുത്തു. അപ്പോൾ അതാവുമ്പോൾ മല്ലു ബ്രോക്കർ എന്നുള്ള സാധനം അവിടെ കിടക്കുന്നുണ്ട്. പക്ഷെ പറയാൻ പറ്റില്ല, നിങ്ങൾ വേറെ പുതിയ കമ്പനിയിൽ നിന്നും സ്വന്തമായിട്ട് മാറി പുതിയ കമ്പനി തുടങ്ങിയത് പോലെ ഇനി പുള്ളിക്കാരത്തി ഇതിൽ നിന്ന് മാറി പറയാൻ പറ്റില്ല. ലേഡി മല്ലു ബ്രോക്കർ ഇനി വേറെ ഒരു ലേഡി ഇത് വെച്ചിട്ട് തന്നെ വേറെ എന്തെങ്കിലും ഒക്കെ തുടങ്ങുമോ? പറയാൻ പറ്റില്ല. ഇപ്പൊ ഈ വുമൺ എംപവർമെന്റ് കാലമല്ലേ, ഞാൻ എംപവർ ചെയ്യാൻ ശ്രമിച്ചതാണ്. എംപവർ ആവണേ എംപവർ ആവട്ടെ. മിക്കവാറും നിങ്ങൾ ഇനി അടുത്ത വർഷം ഏറ്റവും കൂടുതൽ നിങ്ങൾ കോമ്പീറ്റ് ചെയ്യുന്ന കമ്പനി അതായത് ചിലപ്പോൾ മാറും. അവള് 2 ഡീല് ക്ലോസ് ചെയ്തു. അവളുടെ വീഡിയോ കണ്ടുവന്ന 2 എൻക്വയറീസ് നമ്മുടെ മാനേജേഴ്സ് മീറ്റിംഗ് എടുത്തിട്ട് 2 ക്ലോസ് ആയി. ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം അവള് ഫുൾ ടൈം വർക്ക് ചെയ്യുന്ന ആളല്ല. എൻ്റെ മോളുണ്ട്, മോളുടെ കാര്യങ്ങളും എല്ലാം നോക്കുന്നുണ്ട്. പക്ഷേ അവളുടെ ഒരു നമുക്ക് വീട്ടിലിരിക്കുമ്പോൾ ഭയങ്കരമായിട്ട് ബോറടിക്കുന്ന ഒരു സമയമാണ്. കുഞ്ഞിനെ സ്കൂളിലേക്ക് വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാനില്ല. അപ്പോൾ ആ സമയം ഞാൻ എന്തെങ്കിലും ഒരു എൻഗേജ്മെൻ്റ് ആയിക്കോട്ടെ എന്നുള്ള രീതിയിലാണ് ഐ തോട്ട് ഓഫ് ബ്രിങ്ങിങ് ഹെർ ടു ദ ലൈം ലൈറ്റ്. എന്നിട്ട് ഞാൻ അവളുടെ വീഡിയോസ് ചെയ്തു. ആദ്യത്തെ 2-3 വീഡിയോസിൽ മറ്റേ ആർട്ടിഫിഷ്യാലിറ്റി ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ തനിയെ ചെയ്യാൻ തുടങ്ങി. പിന്നെ ഞാൻ വേണ്ട, ഒരു ജസ്റ്റ് കണ്ടന്റ് ക്രിയേറ്ററെ കൊടുത്താൽ അവൾ ചെയ്യാൻ തുടങ്ങി. പിന്നെ എൻക്വയറി വരാൻ തുടങ്ങി. അപ്പം ഞാൻ വിചാരിച്ചു മറ്റേ ചെറിയ പെരുന്തച്ചൻ ഫീലിംഗ് ഒക്കെ ഉണ്ട് എനിക്ക്. കുഴപ്പമില്ല, സമ്മതിച്ചു, തിരിച്ചറിയുന്നുണ്ട്. അതാണ് സൂരജിന്റെ ഏറ്റവും വലിയ ഇത്. അല്ല സത്യം ഞാൻ തുറന്നു പറയുന്നുണ്ട്. അതെ അതെ, നാളെ നന്ദി ഉണ്ടായാൽ മതി എന്ന് പറയാം. ശരി. അപ്പം കീർത്തന നിങ്ങളുടെ ഇടയിലപ്പോൾ എങ്ങനെ? കീർത്തനയും ഇപ്പോൾ ഈ സെയിം സാധനം ചെയ്യുന്നുണ്ട്, സൂരജും ചെയ്യുന്നുണ്ട്. സോ പുതിയ ഐഡിയാസും കാര്യങ്ങളൊക്കെ ഇപ്പോൾ കീർത്തനയായിട്ടാണോ കൊണ്ടുവന്ന് തരാറ്, അതോ എല്ലാത്തിൻ്റെയും ബേസ് പ്ലാനും കാര്യങ്ങളും ഒക്കെ? അത് ഇതിൽ മാത്രമല്ല, ഞാനിപ്പോൾ കസ്റ്റമേഴ്സിനോട് പോലും നമ്മളുടെ അടുത്തേക്ക് വരുന്ന സമയത്ത് ഞാൻ പറയും, നിങ്ങൾ ഒറ്റയ്ക്ക് വരരുത്, വരുമ്പോൾ നിങ്ങളുടെ ഭാര്യേനെയും കൊണ്ടുവരിക, ഫാമിലീനെയും കൊണ്ടുവരിക. കാരണം ഏത് കേസിലാണെങ്കിലും നമുക്ക് എല്ലാവരുടെയും ഒപ്പീനിയൻ വേണ്ടി വരും, പ്രത്യേകിച്ച് വീട് വാങ്ങുന്ന കാര്യങ്ങളിൽ പ്രത്യേകിച്ച്. അങ്ങനെ ചിലവർ ഹസ്ബൻഡ് വരും, ഈ പറഞ്ഞ പോലെ എല്ലാം കാണും, സംസാരിക്കും, എല്ലാം കണ്ട് മനസ്സിലാക്കിയിട്ട് അവസാനം ഞാൻ ഭാര്യയോട് ചോദിച്ചിട്ട് പറയാമെന്നുകൊണ്ട് പോകും. ഭാര്യ വരും, ഭർത്താവിനോട് ചോദിച്ചു. അപ്പോൾ ഇതൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് ഇപ്പോൾ എല്ലാം നടക്കുന്നത്. പണ്ടത്തെ പോലെ മറ്റേ മെയിൽ ഷോവിനിസവും കാണിച്ചുകൊണ്ടിരുന്നാലൊന്നും കാര്യം നടക്കില്ല. അപ്പോൾ 2 പേരും ഈക്വലി ഒരേപോലെ ഡിസിഷൻസ് പറയുന്നിടത്താണ് ഇപ്പോൾ ഒരു കൺക്ലൂഷൻ എത്തുന്നത്. മാത്രമല്ല നിങ്ങളവിടെ ട്രാക്ക് ചെയ്യാണ്, അപ്പൊ അവർക്ക് ഒരു എക്സ്ക്യൂസ് പറയാൻ പറ്റുന്നില്ല. ഭാര്യയും ഭർത്താവും വന്നാലേ കാര്യം നടക്കുള്ളൂ എന്ന് അറിയുന്നതുകൊണ്ട് ഞങ്ങൾ പറയും, നിങ്ങൾ 2 പേരും കൂടെ ഒരുമിച്ച് വന്നാൽ മതി. അല്ലാതെ പിന്നെ ഒരാൾക്ക് പറഞ്ഞു കൊടുത്ത് അത് കഴിഞ്ഞ് അടുത്ത ആൾക്ക് പറഞ്ഞു, അതിനും ഭേദം ഒരുമിച്ച്. ഓക്കെ. ഇതിനിടയിലും ഇപ്പോഴും ആ സിനിമ എന്ന് പറഞ്ഞ മോഹം അത് ഉള്ളിൻ്റെ ഉള്ളിൽ ഇപ്പോഴും വെക്കണ്ടോ? എന്താണ് ഇപ്പം അതിൻ്റെ ഒരു അവസ്ഥ? അതായത് സിനിമ മറ്റേ രക്തത്തിൽ അലിഞ്ഞ് ചേർന്നു എന്നൊക്കെ പറഞ്ഞ സാധനമാണ്. ഒരു സിനിമയും വിടില്ല, എല്ലാ സിനിമയും കാണും. പണ്ട് മമ്മൂക്കയുടെ പത്തേമാരി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സിനിമ സമയത്ത് പുള്ളി പോലും അറിയാതെ ഞാൻ പറഞ്ഞ പോലെ പുള്ളിക്ക് വേണ്ടി പോസ്റ്ററുകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നിട്ട് ഷാർജയിൽ ഒരു പ്രാവശ്യം ഒരു ബുക്ക് ഫെയറിന് പോയപ്പോൾ അവരെനിക്കൊരു ചെറിയ മൊമെൻറ്റോ ഒക്കെ തന്നിട്ടുണ്ട്, അത് അവരുടെ ടീം. അപ്പോൾ കണ്ടിന്യൂസ്ലി എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. പോസ്റ്റർ ഡിസൈനിങ് ചെയ്തിരുന്നു, എഡിറ്റിംഗ് ചെയ്തിരുന്നു, ഷോർട്ട് ഫിലിംസ് ചെയ്തിരുന്നു, ഡയറക്ഷൻ ചെയ്തിരുന്നു, റീൽസ് മുമ്പ് ടിക്ടോക്ക് ചെയ്തിരുന്നു. എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഇങ്ങനെ ഫേസ് ഇങ്ങനെ കാണിച്ചുകൊണ്ടേ ഇരുന്നിരുന്നു. ദ ഐഡിയ വാസ് സിനിമ. അതായത് എങ്ങനെയെങ്കിലും ഒന്ന് ഫിലിമിൽ ഇപ്പോൾ ഞാൻ ഭയങ്കര എക്സ്പ്രസീവായിട്ടാണ് ഓരോന്നോരോന്ന് കാണിക്കും. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് റിയൽ എസ്റ്റേറ്റിൽ കച്ചവടം വരുന്നത്. കാരണം ഞാനിങ്ങനെ പറയുമ്പോൾ ആൾക്കാർ വിഷ്വലൈസ് ചെയ്യും,
അത് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഒരു സ്റ്റോറി പോലെ ഞാൻ പറഞ്ഞു കൊടുക്കുക. കാരണം എൻ്റെ ഉള്ളിൽ ആ സിനിമാക്കാരൻ എൻ്റെ ഉള്ളിൽ ഉള്ളതുകൊണ്ടാണ് എനിക്ക് എൻ്റെ കച്ചവടത്തിനും അത് ഗുണം ചെയ്തിട്ടുണ്ട്. കാരണം ഞാൻ പറയുന്ന കാര്യങ്ങൾ ആൾക്കാർക്ക് വിഷ്വലൈസ് ചെയ്യാൻ എളുപ്പമാണ്. അപ്പോൾ ആ രീതിയിലാണ് ഞാൻ പ്രസൻറ്റ് ചെയ്യുക. അപ്പോൾ എൻ്റെ ഉള്ളിൽ ഇപ്പോഴും അത് ഇങ്ങനെ കിടക്കുന്നുണ്ട്, വിട്ടിട്ടൊന്നുമില്ല. എന്തെങ്കിലും ഒരു ചാൻസ് കിട്ടി അപ്പ കയറിപ്പോകും. ആണോ? അപ്പോൾ ഇനി ഒരുപാട് പൈസ, ഇനി 5 മാസത്തിനാണ് ഇത്രയും പൈസ ഉണ്ടാക്കിയ ഒരു മനുഷ്യൻ 5 വർഷം കൊണ്ട് എത്ര കോടികളായിരിക്കും ഉണ്ടാക്കുക. അപ്പം എന്നിട്ട് ആ പൈസയായിട്ട് നമ്മുടെ നാട്ടിൽ വന്ന് മമ്മൂക്കയെ വെച്ച് തന്നെ ഒരു സിനിമയൊക്കെ അങ്ങനെ സംവിധാനം ചെയ്യും. നമുക്കൊന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഞാൻ മമ്മൂക്കയുടെ മറ്റേ സൈഡിലുള്ള ഈ ജിൻസേട്ടനെ കണ്ടില്ല, ഇന്നലെയും കൂടെ ജിൻസേട്ട വിഷു പറയണത് കുറേ മെസ്സേജ് നടക്കോ ഇല്ലയോ നമുക്കൊന്നും അറിയില്ലല്ലോ. ഇങ്ങനെ എല്ലാ രീതിയിലും ശ്രമിക്കുന്നുണ്ട് ഇൻഡയറക്ട്ലി. പക്ഷേ പ്രായം കൂടുന്നു. പക്ഷേ ഒരു വിശ്വാസം നമുക്കുള്ളത് എന്താണെന്ന് വെച്ചാൽ ഈവൻ മമ്മൂക്കയാണെങ്കിലും ദുൽഖർ ആണെങ്കിലും എല്ലാവരും ഒരു 30-35 കഴിഞ്ഞ സിനിമയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് 30 ആയിട്ടുള്ളൂ, ഇനി സമയമുണ്ടെന്ന് അപ്പോഴേക്കൊന്ന് ശരീരം കൂടെ ഒന്ന് സെറ്റ് ആക്കണം. കാരണം നമ്മൾ മറന്നുപോയൊരു കേസ് ഇതാട്ടോ. നമ്മൾ സിനിമ മനസ്സിലുണ്ട്, എല്ലാം ഉണ്ട്, പക്ഷേ ശരീരം നോക്കാൻ മറന്നുപോയി. ഇടയ്ക്ക് വെച്ചിട്ട് ഈ ഓട്ടത്തിൻ്റെ ഇടയ്ക്ക് തീരെ ശരീരം നോക്കിയിട്ടില്ല. ആ സമയത്ത് ഭക്ഷണം കഴിക്കൽ, വെള്ളം കുടിക്കൽ, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ എല്ലാം പ്രശ്നമായിരുന്നു. അതിൻ്റെ ഇടയിൽ ഈ കുറേ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വന്നു. ഇപ്പോഴും അതിനൊരു മെഡിസിൻസ് ഇടയ്ക്ക് കഴിക്കുന്നുണ്ട്. ഇപ്പോൾ ഈവൻ വരുന്ന പുതിയ ആൾക്കാരോടും എനിക്ക് ഇപ്പോൾ റിയൽ എസ്റ്റേറ്റിലാണെങ്കിലും സെയിൽസ് മുഖേന എന്തിൽ വന്നാലും ദുബായിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ മെയിൻലി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഹെൽത്താണ്. കാരണം എത്ര തന്നെ മാനിഫെസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ ആളുണ്ടെങ്കിലേ നടക്കുള്ളൂ. അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്. കാരണം ഞാൻ എൻ്റെ ലൈഫിൽ തീരെ ശ്രദ്ധ കൊടുക്കാത്തത് എൻ്റെ ഒരു കെയറിലായിരുന്നു. അപ്പോൾ അത് ഇനി ചെയ്യണം. ഇനി അങ്ങോട്ട് ഇത്രയും കാര്യങ്ങൾ സ്റ്റേബിളായി തുടങ്ങിയ പക്ഷേ ഇനി ഞാൻ മെയിൻലി ലക്ഷ്യം വെക്കുന്നത് എൻ്റെ ഒരു സെൽഫ് കെയറിനാണ്. അത് ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പോൾ ഇത്രയും പാഷനേറ്റ് ആയിട്ട് പോലും എനിക്കത് ചെയ്യാൻ സമയം കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. ഈ ഒരു 2-3 വർഷത്തിലെ ഓട്ടത്തിൽ നഷ്ടപ്പെട്ട എന്താണെന്ന് ചോദിച്ചാൽ ഐ വിൽ ടെൽ, എൻ്റെ ഹെൽത്ത് ഞാൻ തീരെ കോൺഷ്യസ് ആയിരുന്നില്ല. അപ്പോൾ അത് ഇനി അങ്ങോട്ട് അത് ശ്രദ്ധിക്കാനുള്ള മൈൻഡ് സെറ്റിലാണ് വിചാരിക്കുന്നത്. യെസ്, ഓക്കെ. അതും ഇപ്പോൾ സൂരജ് തിരിച്ചറിയുന്നുണ്ട്, ഇനി അതിലേക്ക് ശ്രദ്ധിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ മെയിൻ സംഭവം എന്ന് പറഞ്ഞാൽ ഹെൽത്ത് എന്ന് പറഞ്ഞു. അതിൻ്റെ കൂടെ ചേർത്ത് ചോദിച്ചോട്ടെ, ഇപ്പോൾ ദുബായിയുടെ 2 ലൈഫും കണ്ടൊരു വ്യക്തിയാണ് സൂരജ് അല്ലേ? ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടുത്തെ ബെഡ് സ്പേസിൽ വെറും 500 ദിറത്തിന് മാസം അങ്ങനെ ബെഡ് സ്പേസിൽ നിന്ന്, ഷെയറിങ് സ്പേസിൽ നിന്ന് ദുബായിയുടെ ആ ഒരു ഫേസും കണ്ടു. ഇന്നിപ്പോൾ ലാവിഷായിട്ട് ദുബായിൽ ജീവിക്കുന്നൊരു വ്യക്തി. അപ്പോൾ ദുബായിലേക്ക് ഇന്നും ഈ പല മോഹങ്ങളായിട്ട് അങ്ങോട്ട് ഫ്ലൈറ്റിലേക്ക് കയറുന്ന ഒരുപാട് യങ്സ്റ്റേഴ്സും ഉണ്ട്. ഇവരുടെയൊക്കെ പറയാനുള്ള ഒരു സ്വന്തം അനുഭവത്തിൽ നിന്നും ഒന്ന് ഹെൽത്ത് ആയിക്കോട്ടെ, മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് അവരോട് സൂരജ് പറയാനുള്ളത്? അതായത് ഒരിക്കലും ദുബായിൽ പ്രത്യേകിച്ച് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സ് മടുക്കാനുള്ള ചാൻസ് കൂടുതലാണ്. നമ്മൾ ഈ കാണുന്ന ആഷ്പോഷൊക്കെ ഉണ്ടാവും. നമ്മൾ എന്തായാലും കയറി വരുന്നത് ഒരു സാധാരണക്കാരൻ പയ്യനാണെങ്കിൽ അവൻ ഈ ബെഡ് സ്പേസ് വഴിയല്ലാതെ കയറി പോവില്ല ദുബായിൽ. അത് എത്ര വലിയ ഇവിടുത്തെ കൊമ്പനാണെന്ന് പറഞ്ഞാലും അവിടെ വന്നു കഴിയുമ്പോൾ അവൻ ബെഡ് സ്പേസിൽ നിന്നേ പറ്റൂ, അങ്ങനെ തുടങ്ങും. അപ്പോൾ ഇവിടുത്തെ അമ്മയുടെ ചോറും ഇവിടുത്തെ വലിയ വീടൊക്കെ ആയിരിക്കും, സംഭവമൊക്കെ ആയിരിക്കും. പക്ഷെ അവിടെ പോയി കഴിയുമ്പോൾ ഈ 10-15 പേരുടെ കൂടെ കഴിയുന്ന സമയത്ത് നമുക്ക് ജീവിതം തന്നെ മടുക്കും എന്നൊക്കെ ഒരു തോന്നൽ വരും. ഒരിക്കലും കൈവിടാതിരിക്കുക മനസ്സ്, അതാണ്. ഞാൻ ഈ പറഞ്ഞ പോലെ എന്നെ കൈവിട്ട് പോയേനെ, ഞാൻ ഒരു പരിധി വിട്ട് എൻ്റെ കയ്യിൽ നിന്ന് കാര്യങ്ങൾ കൺട്രോളിൽ നിന്ന് പോയിരുന്നൊരു സമയം ഉണ്ടായിരുന്നു. കാരണം എൻ്റെ ഈ കടങ്ങൾ കൂടിയ സമയം 500 ദിറത്തിന് നിൽക്കുന്ന സമയത്ത് എനിക്ക് ട്രാൻസ്ഫർ വരുന്നു ഖത്തറിലോട്ട്. എന്നിട്ട് ഞാൻ ഒരു പർട്ടിക്കുലർ മന്തിൻ്റെ പകുതിയിൽ ഖത്തറിലോട്ട് ട്രാൻസ്ഫറായി. അപ്പോൾ അവിടുത്തെ റെൻറ്റ് കൊടുത്തു, ഇവിടുത്തെ റെൻറ്റ് കൊടുത്തു. എന്നിട്ട് ഖത്തറിൽ വെച്ചിട്ട് അവരെന്നോട് പറഞ്ഞു ഈ പണി നിനക്ക് പറ്റില്ല എന്ന്. അപ്പോൾ ഞാൻ തിരിച്ച് ദുബായിക്ക് വന്നു. ആ മാസം തന്നെ വീണ്ടും ദുബായിൽ പുതിയ റെൻറ്റിന് 500. എൻ്റെ കയ്യിൽ 1500 ഒന്നും ഇല്ല. അപ്പോൾ കടം വീണ്ടും വാങ്ങി, മനസ്സിലായോ? വീണ്ടും 10 പേരുടെ കൂടെ. അപ്പോൾ ആ സമയമൊക്കെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എൻ്റെ ദൈവമേ ഞാൻ എന്തിനാ ഇവിടെ വന്ന് കടം കൂട്ടാനാണോ എന്നൊക്കെ തോന്നും, മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ നമ്മുടെ മനസ്സിനെ കൈവിടാതിരിക്കുക. കാരണം ഒരൊറ്റ ഫോൺ കോൾ മതി. ഞാൻ പറഞ്ഞ പോലെ ആ വ്യക്തി എന്നെ വിളിച്ചിട്ട് ആ കോളറിൻ്റെ ഒരു സാധനം പറഞ്ഞ്, അല്ലെങ്കിൽ എൻ്റെ ഡ്രസ്സ് എന്താടാ ഇങ്ങനെയെന്ന് ആ വ്യക്തി എന്നെ വിളിച്ചന്ന് സംസാരിച്ച ഒരൊറ്റ കോളാണ് എനിക്ക് കോൺഫിഡൻസ് തന്നത്. കാരണം എന്നെ ആൾക്കാർ ശ്രദ്ധിക്കുന്നുണ്ട്, എൻ്റെ വീഡിയോസ് ആൾക്കാർ കാണുന്നുണ്ട് എന്നുള്ള കോൺഫിഡൻസാണ് എന്നെ വീണ്ടും വീഡിയോ ചെയ്യാൻ പ്രേരിപ്പിച്ചത്. പിന്നെ അതുപോലെ നമുക്കുണ്ടായ ഒരു ഇൻസൾട്ട്, അതായത് നിന്നെ കൊണ്ട് ഇത് പറ്റൂല എന്ന് പറഞ്ഞെടുത്ത് എന്നാൽ പിന്നെ കാണിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞ മൈൻഡ് ഉണ്ടല്ലോ. അവിടെയാണ്
നമ്മൾ കയറിപ്പോകുന്നത്. സോ ആ ഒരു മെൻറ്റാലിറ്റി വെക്കുക. നമുക്ക് മറ്റേ ഒരു സിനിമയിൽ ഇന്നസെൻ്റ് ഏട്ടൻ പറയുന്നുണ്ട്, നമുക്ക് ചില റിവെഞ്ച് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിങ്ങനെ മനസ്സിൽ വെച്ച് ചിരിച്ച് ഇരിക്കുക എന്ന് പറയില്ലേ, അത്രേ ഉള്ളൂ. അത് നമുക്കൊന്നും ആരെ പോയി ഇടിക്കാനോ ഒന്നുമില്ല. നമ്മുടെ ഉള്ളിൽ അത് വെക്കുക. അത് ആ ഒരു പർട്ടിക്കുലർ റിവെഞ്ചിനെ നമ്മൾ ചെയ്ത് കാണിക്കുക. ലൈക്ക് നമ്മുടെ ഉള്ളിൽ തന്നെ അതിനൊരു സക്സസ് ആക്കി കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ഡോണ്ട് ഗിവ് അപ്പ്. അതാണ് മെയിൻലി എനിക്ക് പറയാനുള്ളത്. നമ്മൾ ദുബായിൽ പ്രത്യേകിച്ചും കാരണം നമുക്ക് എളുപ്പമാണ് വിട്ടുപോകാൻ. തിരിച്ചൊരു ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കുന്നു, വീട്ടിൽ പോകുന്നു, ഇവിടെ വേറെ എന്തോ പണിയെടുക്കുന്നു, കഴിഞ്ഞു, അത്രേ ഉള്ളൂ. പക്ഷെ മെയിൻലി പറയുകയാണെങ്കിൽ ദുബായിൽ വന്നു കഴിഞ്ഞാൽ നമ്മളൊരു മിനിമം 1.5 years പ്രോപ്പർലി കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ഉയരാൻ പറ്റും. അപ്പോൾ ആ ഒരു 1.5 വർഷം പിടിച്ചു നിൽക്കാനുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാവണം. ഓക്കെ. അത് നമ്മുടെ ബിഗിനിങ്, നമ്മൾ ആദ്യം നമ്മുടെ മനസ്സിലുണ്ടാവേണ്ട ഒരു ഇതാണ് പ്ലാനിങ് കാര്യത്തിൽ. പിന്നീട് ഇതിനകത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ റിയൽ എസ്റ്റേറ്റിലാണെങ്കിൽ അല്ലെങ്കിൽ സെയിൽസിലും ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ഒരാളല്ലേ, അതിൽ ശ്രദ്ധിക്കേണ്ട ഏറ്റവും കൂടുതൽ നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്ത് കൊടുക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? പ്ലാനിങ്ങിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട്? നമ്മൾ കൺസിസ്റ്റൻസിക്കാണ് ഇമ്പോർട്ടൻസ്. അതിപ്പോൾ നമ്മൾ ചെയ്യുന്ന എന്താണെങ്കിലും സെയിൽസിൽ പ്ലാനിങ്ങിനേക്കാളും ഞാൻ വിശ്വസിക്കുന്നത് നമ്മൾ എന്ത് പ്ലാൻ ചെയ്താലും ചിലപ്പോൾ നടക്കണമെന്നൊന്നുമില്ല. നമ്മളിപ്പോൾ ഇന്നലെ ഞാൻ 2 കസ്റ്റമേഴ്സ് വരുന്ന വിചാരിച്ച് നോക്കിയിരുന്നു, പക്ഷേ ആ ക്ലയൻറ്റ് വരണം നിർബന്ധമൊന്നുമില്ല. കൺസിസ്റ്റൻസിയാണ്. അതായത് ഒരു ക്വാണ്ടിറ്റി ഗെയിമാണ്. നമ്മളിപ്പോൾ ഞാൻ പറയുന്നത് പുതിയ ആൾക്കാരോടാണ്. ഇപ്പോൾ എന്നെപ്പോലെ അവിടെ വന്നിട്ട് നമ്മളിപ്പോൾ ഒരു പർട്ടിക്കുലർ കസ്റ്റമറിനെ വിളിച്ചു, അവരെ വിളിച്ചിട്ട് പറയാണ്, സാർ ഇന്ന് വരില്ലേ? ആ വരാം. ഉച്ചയ്ക്ക് വിളിക്കുന്നു, വരില്ലേ? വൈകിട്ടത്തിൽ വരാം. വൈകിട്ട് വിളിക്കുമ്പോൾ ഫോൺ എടുക്കില്ല. അപ്പോൾ നമ്മുടെ മൈൻഡ് ഫുള്ള് പോകും. പക്ഷേ ഇതേപോലത്തെ ഒരു 5 കസ്റ്റമർ ഉണ്ടെങ്കിലോ അതിൽ 2 പേരെങ്കിലും വരില്ലേ? അപ്പോൾ നമുക്ക് അത് വരണം എന്നുണ്ടെങ്കിൽ ക്വാണ്ടിറ്റി വർക്ക് ചെയ്യണം. അതായത് നമ്മൾ ഒരാൾ വരുന്ന പ്രതീക്ഷിച്ചിരുന്നിട്ട് കാര്യമില്ല. 5 പേരെങ്കിലും വരുന്ന പ്രതീക്ഷിച്ച 2 പേര് വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കൺസിസ്റ്റൻ്റ്ലി നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി, അതിപ്പോൾ ആൾക്കാരെ വിളിക്കുന്ന പ്രവൃത്തിയാണെങ്കിലും വീഡിയോ ചെയ്യുന്ന കാര്യമാണെങ്കിലും എന്താണെങ്കിലും സെയിൽസ് ആണെങ്കിലും നമ്മളെപ്പോഴും കൺസിസ്റ്റൻ്റ്ലി ചെയ്യുന്ന പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുക. കൂടുതൽ എണ്ണം കൂട്ടുക, നമ്മളുടെ കണക്ഷൻസ് കൂട്ടുക. ഒരു ആഴ്ച നമ്മൾ കംപ്ലീറ്റ്ലി കയ്യിൽ നിന്ന് പോയിരിക്കുകയാണെങ്കിലും മുമ്പത്തെ ഏതെങ്കിലും ഒരു ഫോളോ അപ്പ് നമുക്ക് വിളിക്കാനുണ്ടായിരുന്നിരിക്കണം. അതിന് നമ്മുടെ കയ്യിൽ ഡാറ്റ വേണം. അപ്പോൾ അതിന് നമ്മൾ കൺസിസ്റ്റൻ്റ്ലി ചെയ്തുകൊണ്ടിരിക്കണം. ഇപ്പോൾ എൻ്റെ ഒരു പർട്ടിക്കുലർ ആഴ്ച എൻ്റെ ഫുൾ കമ്പനിയിൽ ആർക്കും മീറ്റിംഗ് ഇല്ലാത്ത ഘട്ടം വന്നിട്ടുണ്ട്. ഒരാഴ്ചയിൽ ഞാൻ പെട്ടെന്ന് എൻ്റെ ഒരു പഴയ കസ്റ്റമറെ വിളിച്ചു, സാർ ഇവിടെ ഉണ്ടോ? ആ ഉണ്ടറാ ഇവിടെ. ഞാൻ പറഞ്ഞു, ഞാൻ ഇവിടെ ഷാർജയിലും മംഷയിലുണ്ട്. എൻ്റെ വീട് ഇവിടെ അപ്പുറത്താണല്ലോ. സാർ ഫ്രീ ആണെന്ന് പോരെന്ന് പറഞ്ഞു. പുള്ളി അവിടെ വന്നിട്ട് എൻ്റെ ഒന്ന് സ്റ്റുഡിയോ മേടിച്ചിട്ട് പോയി. ഞാൻ വെറുതെ വിളിച്ചതാ, മനസ്സിലായോ? പുള്ളി ഓൾറെഡി എൻ്റെ നിന്ന് വേറെ മേടിച്ചിട്ടുണ്ട്. ഞാൻ പുള്ളീനെ വെറുതെ വിളിച്ചിടാ, ഇവിടെ ഉണ്ട്, വന്ന് കാണാം. നമുക്ക് പറയാൻ പറ്റില്ല സ്പോട്ടിൽ. അന്ന് പുള്ളി സ്റ്റുഡിയോ മേടിച്ചോ ആ ഒരു പർട്ടിക്കുലർ കമ്മ്യൂണിറ്റിയിൽ. കാരണം ഷാർജയിൽ പ്രത്യേകിച്ച് നമ്മൾ അറിയാത്തൊരു സ്ഥലമാണ് കേട്ടോ ഷാർജ. ദുബായ് പൊതുവേ എന്താ പറയുക, എല്ലാവർക്കും അറിയാം ദുബായ് ഈസ് ഹൈലി പുറത്ത് മാർക്കറ്റ് ചെയ്യുന്നത് കൂടുതൽ ദുബായാണ്. പക്ഷേ ഷാർജ ഒരു ഹിഡൻ ജെമ്മാണ് ഷാർജ. കാരണം അവിടെ നല്ല കമ്മ്യൂണിറ്റികളുണ്ട്. ചിലത് അധികം ആൾക്കാർക്ക് അറിയില്ല. അപ്പോൾ 1-2 നല്ല കമ്മ്യൂണിറ്റികൾ അത് നോക്കി നമുക്ക് സെലക്ട് ചെയ്തെടുക്കാൻ പറ്റുവാണെങ്കിൽ അവിടെ വന്നു കഴിഞ്ഞാൽ ആൾക്കാർ കൺവിൻസ് ആവും. പ്രത്യേകിച്ച് അരാധ എന്ന് പറഞ്ഞൊരു ഡെവലപ്പറുടെ മസാർ എന്ന് പറഞ്ഞൊരു കമ്മ്യൂണിറ്റി ഉണ്ട്. അതുപോലെ അലിഫ് എന്ന് പറഞ്ഞ ഡെവലപ്പറുടെ മംഷ എന്ന് പറഞ്ഞ കമ്മ്യൂണിറ്റികളുണ്ട്. അപ്പോൾ അവിടെ അവരുടെ അടുത്തേക്ക് നമ്മൾ എത്തിക്കുന്ന സമയത്ത് ഒരു 50-60% ഓട്ടോമാറ്റിക്കലി ആൾക്കാർ ഇഷ്ടപ്പെടാറുണ്ട്. കാരണം അവിടെ ഡിമാൻഡ് ഉണ്ട്, സപ്ലൈ ഇല്ല. മനസ്സിലായി? അതായത് ഷാർജ ദുബായ് പോലെയല്ല. ദുബായിൽ കുറേ ഇതുണ്ട്, എന്താ പറയുക, ഡെവലപ്പേഴ്സ് ഉണ്ട്. ശോഭ അറിയാമല്ലോ നമ്മുടെ അവിടുത്തെ, ശോഭ, ഇമാർ, ദമാക്ക്, അങ്ങനെ കുറേ ഉണ്ട്. ഷാർജയിൽ അങ്ങനെ ഒരുപാട് പേരില്ല, വളരെ കുറച്ചേ ഉള്ളൂ. ഈ പറഞ്ഞ പോലെ അരാധ, അലിഫ് പോലത്തെ കുറച്ച് ഡെവലപ്പേഴ്സ്. സോ ഈ 2 ഡെവലപ്പേഴ്സിൻ്റെ ഈ പർട്ടിക്കുലർ പ്രൊജക്റ്റ് മാത്രം ഫോക്കസ് ചെയ്ത് ഞാൻ കുറച്ച് നാൾ സെയിൽസ് ചെയ്തിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ ആൾക്കാർ ഷാർജ ട്രാഫിക് എപ്പോഴും പറയും, ഷാർജയിൽ ഭയങ്കര ട്രാഫിക്കാണ്, അവിടെ എത്തിപ്പെടാൻ ഭയങ്കര പാടാണ്. പക്ഷെ അവിടെ വന്ന് നിൽക്കുന്ന ആൾക്കാരിലും ഒരു കാരണമുണ്ട് അവിടെ വന്ന് നിൽക്കുന്നതിന്. ഒന്ന്, വില കുറവാണ്, കമ്മോഡിറ്റി വാല്യൂൻ്റെ പ്രൈസ് കുറവാണ്, കുട്ടികളുടെ എഡ്യൂക്കേഷൻ റേറ്റ് കുറവാണ്, നല്ല എഡ്യൂക്കേഷൻ കിട്ടും. പിന്നെ 3ാമത്തെ കാര്യം റെൻറ്റ് കുറവാണ്. ഇതൊന്നും പ്രതീക്ഷിച്ചാണ് ആൾക്കാർ ഇത്രയും ട്രാഫിക്കിൽ നിന്നിട്ട് ഷാർജയിൽ വരുന്നത്. ആ വരുന്ന ആൾക്കാരിലും നല്ല രീതിയിൽ ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്. അവരെ സാറ്റിസ്ഫൈ ചെയ്യാനുള്ള അത്രയും കമ്മ്യൂണിറ്റികൾ അവിടെ ഇല്ല. അത് 1-2 കമ്മ്യൂണിറ്റികളുള്ളൂ. ആ സാധനം മാത്രം ഫോക്കസ് ചെയ്ത് ഞാൻ സെല് ചെയ്തിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ ഡിമാൻഡ് ഉണ്ടായിട്ട് സപ്ലൈ ഇല്ലാണ്ടാവുമ്പോൾ ഓട്ടോമാറ്റിക്കലി കസ്റ്റമേഴ്സിന് മനസ്സിലാവും, ഇന്ന് ഞാനിവിടെ മേടിച്ചു കഴിഞ്ഞാൽ നാളെ എൻ്റെ
പൈസ കൂടുമെന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഞാൻ ശ്രദ്ധിച്ചും കണ്ടുമാണ് സെയിൽസ് ചെയ്തിട്ടുള്ളത്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് പ്രൊജക്ട്സ് ഫോക്കസ് ചെയ്യാതെ ഞാൻ ഓരോ മേഖല നോക്കി ആ മേഖലയിൽ എന്തുകൊണ്ട് വർക്ക് ചെയ്താൽ എനിക്ക് കച്ചവടം ഉണ്ടാവും എന്നുള്ളത് ഫോക്കസ് ചെയ്ത് അങ്ങനെ ആണ് വർക്ക് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഇടയിൽ പ്ലാനിങ് ഉണ്ട്, പക്ഷേ എക്സിക്യൂഷൻ നടന്നിട്ടുള്ളത് കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള വർക്കിൻ്റെ ബേസിലാണ്. ഓക്കെ. ഇപ്പോൾ എത്രയാണെന്ന് പറഞ്ഞാലും സൂരജ് ഈ പറയുന്ന സോവിൻ എന്ന് പറയുന്ന ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തതും അത് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നതും വേറൊരു നാട്ടിലാണ് അല്ലേ? ആ നാട്ടിൽ തന്നെയും അവിടെ തന്നെയും ഇത് എസ്റ്റാബ്ലിഷ് ഇപ്പോഴാണ് ദുബായിൽ നമുക്ക് വീടുകൾ വാങ്ങാൻ പറ്റുന്ന ഒരു സിസ്റ്റം തന്നെ വന്നത്. ഇത്രയും നാളും നമുക്ക് എത്ര കോടീശ്വരനാണെങ്കിലും എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ, അവിടെ നമുക്ക് വാങ്ങാൻ പറ്റില്ല. ഇപ്പോൾ അങ്ങനത്തെ ഒരു സംഭവം വന്നു. പല ഏരിയയിലും ഒക്കെ മിക്ക ഏരിയയിലും തന്നെ ഇപ്പോൾ വാങ്ങാവുന്ന ഒരു സ്റ്റേജിലേക്ക് വന്നു. പക്ഷേ അത് ഒരു വെളിനാട്ടിലാണ്. അവിടുത്തെ കംപ്ലീറ്റ് റൂളിങ്ങും കാര്യങ്ങളും അവിടുത്തെ ആൾക്കാരാണ് ചെയ്യുന്നത്. ആൻഡ് അതിൻ്റെ കൂടെ നമ്മുടെ ഇവിടുന്ന് പോയിട്ടുള്ള ഈ ഒരു ഫീൽഡിൽ ഓൾറെഡി ശരിക്കും ഡെവലപ്ഡായി സെറ്റിലായിട്ടുള്ള നിങ്ങളെപ്പോലത്തെ റിയൽ എസ്റ്റേറ്റ് കമ്പനിക്കാർ നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെയുള്ള വേറെയും കമ്പനിക്കാർ അവിടെ ഉണ്ട്. അപ്പം അത്രയും ആൾക്കാരുടെ ഇടയിലേക്കാണ് പെട്ടെന്ന് സൂരജ് കൃഷ്ണകുമാർ എന്ന് പറഞ്ഞൊരു വ്യക്തി വരുന്നതും അവിടെ ഇത്ര അധികം ബിസിനസ്സുകൾ വളരെ ഷോർട്ട് സ്പാൻ ഓഫ് ടൈമിൽ സൂരജ് ചെയ്യുകയും ചെയ്യുന്നു. അതിനിടയിൽ സ്വന്തമായിട്ട് സോവിൻ എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ടാക്കുകയും ചെയ്തു. സോ ഇത്രയും വേറൊരു നാട്ടിൽ, ഇത്രയും ഡെവലപ്ഡ് ആയിട്ടുള്ള നാട്ടിൽ, അത്രയും സെറ്റിലായിട്ടുള്ള ബാക്കിയുള്ളവരുടെ ഇടയിൽ എങ്ങനെയാണ് സൂരജിനുള്ളൊരു സ്പേസ് അവിടെ കണ്ടുപിടിച്ചത്? ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ചില കാര്യങ്ങളിൽ ഞാൻ ഐ ടേക്ക് സിനിമ ആസ് എൻ എക്സാമ്പിൾ. മമ്മൂക്ക ലാലേട്ടനൊക്കെ ഇവിടെ ഉണ്ടല്ലോ. വാട്ട് മേക്സ് ഫഹദ് ഫാസിൽ ഡിഫറെൻറ്റ് അല്ലേ? കാരണം ആളുടെ എന്തോ യുണീക്നെസ് ഉണ്ട്. ദർ ഇസ് സംതിങ് ഡിഫറെൻ്റ് ഇൻ ഹിം അല്ലേ? ഹീ ഹാസ് ഹിസ് ഓൺ സ്റ്റൈൽ ഓഫ് പ്രസൻറ്റിങ്, അല്ലെങ്കിൽ ആളുടെ ആക്ടിങ് ലെവലിൽ ഡിഫറൻസ് ഉണ്ട്. അതുപോലെ തന്നെയാണ് പലരും, ഇപ്പോൾ നിവിൻ ആണെങ്കിലും എല്ലാവരുടെയും. ഐ വോണ്ടഡ് ടു ബി ഡിഫറെൻറ്റ് ഇൻ ദാറ്റ് മാർക്കറ്റ്. ഓക്കെ, അതായത് ആ മാർക്കറ്റ് ഇൻ വീഡിയോസ് ആൻഡ് കണ്ടൻസ് വാസ് വെരി, എന്താ പറയുക, ഒരു പെർട്ടിക്കുലർ സ്റ്റൈലിലാണ് എല്ലാവരും ചെയ്തുകൊണ്ടിരുന്നത്. ആ പെർട്ടിക്കുലർ സ്റ്റൈൽ മാറ്റി പിടിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ എന്നിലൊരു യുണീക്നെസ് അവർക്ക് ഫീൽ ചെയ്തു. ഓക്കെ, ആൾക്കാർക്ക് ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു 200K 500K ഫോളോവേഴ്സുള്ള ഇൻസ്റ്റാഗ്രാം കണ്ടൻറ് ക്രിയേറ്റേഴ്സ് ഉണ്ട് ഹൂസ് ഇൻ ദുബായ് റിയൽ എസ്റ്റേറ്റ്. വേറെ എനിക്കൊരു 20-21K ഉള്ളൂ. ബട്ട് മൈ ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീഡ് ജനറേഷൻ ആയിരുന്നു. എൻ്റെ ഐഡിയ എന്ന് പറഞ്ഞാൽ ഫോളോവേഴ്സിനെ കൂട്ടലല്ലായിരുന്നു. ആ ഒരു ലീഡ് ജനറേഷനിൽ ഐ വാസ് സക്സസ്ഫുൾ. ചിലപ്പോൾ എൻ്റെ പ്രൊഫൈൽ നോക്കുമ്പോൾ 21K ഉള്ളൂ, ഇപ്പം വലിയ റിയൽ എസ്റ്റേറ്റുകാരനൊന്നും നല്ല തോന്നും. പക്ഷേ എൻ്റെ വീഡിയോസിന് വന്ന ലീഡുകൾ എനിക്ക് മാത്രമേ അറിയുള്ളൂ. ചിലപ്പോൾ 200K ഉള്ള ആൾക്ക് എൻ്റെ അത്ര ലീഡ് വന്നിട്ടുണ്ടാവില്ല. കാരണം എൻ്റെ ഫോക്കസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീഡിയോ ഇട്ടാൽ അതിൽ നിന്ന് മാക്സിമം ലീഡ് ജനറേറ്റ് ചെയ്യാം. അതിന് ഞാൻ ഏത് ടൈപ്പ് വീഡിയോ ചെയ്യണം, എങ്ങനെ ഞാൻ സാധാരണക്കാരിലേക്ക് എൻ്റർ ചെയ്യണം. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ സാധാരണക്കാരനായിട്ടുള്ള മലയാളീസാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർ പോക്കറ്റിൽ നിന്ന് അധികം പൈസ ഇറങ്ങാത്ത രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളാണ് നോക്കുന്നത്. ചെറിയ ഒരു ഇപ്പോൾ 3 CR 4 CR റേഞ്ചിൽ നമുക്ക് UAE എന്ത് മേടിക്കാം. അതും 3 CR 4 CR ഒറ്റയടിക്ക് എൻ്റെ കയ്യിൽ കൊടുക്കാനില്ല. എനിക്ക് സമയം വേണം. പെട്ടെന്ന് ഒരാളുടെ അടുത്ത് നാളെ തന്നെ 3 CR തരാൻ പറഞ്ഞാൽ അവരുടെ കയ്യിൽ ഉണ്ടാവില്ല. അപ്പോൾ അവർക്ക് അതിന് ടൈം വേണം. അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഇൻവെസ്റ്റ്മെൻറ്റുകൾ എന്താണെന്നാണ് കൂടുതൽ ആൾക്കാരും എന്നെ അന്വേഷിച്ച് ചോദിക്കാറുള്ളത്. സോ ആ ആൾക്കാർക്ക് പറ്റുന്ന സാധനം ഞാൻ എടുത്തു കൊടുക്കും. അപ്പോൾ അവരുടെ ആവശ്യം, റിക്വയർമെൻറ്റ് സാറ്റിസ്ഫൈ ചെയ്യാൻ എന്നെക്കൊണ്ട് പറ്റുന്നിടത്തോളം, ആ യുണീക്നെസ് എൻ്റെ അടുത്തുള്ളിടത്തോളം ആര് വന്നാലും അല്ലെങ്കിൽ ആരുണ്ടെങ്കിലും എനിക്കത് എഫക്റ്റ് ചെയ്യാറില്ല. കാരണം എൻ്റെ ഓഡിയൻസ് ഇസ് എൻറ്റയർലി ഡിഫറെൻറ്റ്, അല്ലെങ്കിൽ എൻ്റെ സ്റ്റൈൽ ഓഫ് പ്രസൻറ്റേഷൻ ഇസ് എൻറ്റയർലി ഡിഫറെൻറ്റ്. അപ്പോൾ ഐ വർക്ക് ഓൺ ദാറ്റ് സ്റ്റൈൽ ഓർ ദാറ്റ് ഒരു രീതിയിലാണ് എൻ്റെ കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ അങ്ങനെ നോക്കിയിട്ടില്ല. സത്യം പറഞ്ഞാൽ എക്സിസ്റ്റിംഗ്ലി അവിടെ ആരൊക്കെയുണ്ട് അങ്ങനെ നോക്കിയില്ല. ഞാൻ എൻ്റെ ഐഡിയ എന്ന് പറഞ്ഞാൽ എൻ്റെ കാര്യങ്ങൾ തീർക്കുക, കടങ്ങൾ തീർക്കുക, അതിന് വേണ്ടി എന്ത് ചെയ്യാമെന്ന് മാത്രമേ നോക്കിയിട്ടുള്ളൂ. ഇപ്പോൾ ചേച്ചി പറയുമ്പോഴാണ് ഓ അങ്ങനെയൊക്കെ ആയിരുന്നല്ലോ, അവിടെ എങ്ങനെ ഉണ്ടായിരുന്നല്ലോ എന്നൊക്കെ ഞാൻ ക്യൂരിയസ്, അങ്ങനെ ചിന്തിച്ചിട്ടില്ല. അപ്പോൾ എവിടെ ഒരു തരത്തിലും ആ ഒരു തരത്തിൽ എന്താ പറയുക, ഒരു സൈഡിൽ നിന്നും അങ്ങനെ ഒരു അടി കിട്ടിയിട്ടില്ല, ഒരു കോമ്പറ്റീഷൻ ഫീൽ ചെയ്തിട്ടില്ല. അടി എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ UAE റിയൽ എസ്റ്റേറ്റ് മാർക്കറ്റ് അമംഗ് ഏജൻസ് കുറച്ച് പ്രശ്നമാണ്. കാരണം എന്താ വെച്ചാൽ ഈ ആവശ്യമില്ലാത്തൊരു സംഭവം ഉണ്ട് അവിടെ ഇപ്പോൾ. അതായത് ഈ പാസ് ബാക്ക് എന്ന് പറയും. അതൊരിക്കലും റിയൽ എസ്റ്റേറ്റ് നല്ലതല്ല, ചെയ്യാനും പാടില്ല. പാസ് ബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു കസ്റ്റമർ വരുന്നു, ഒരാൾ നമ്മൾ ഫുൾ മീറ്റിംഗ് എടുക്കുന്നു, കാര്യങ്ങളെല്ലാം കഷ്ടപ്പെട്ട് ചെയ്യുന്നു, എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് ഈ പോകുന്ന വഴിക്ക് ഈ പുള്ളീനെ ആ ഒരു മീറ്റിങ്ങിൻ്റെ ചുറ്റുവട്ടത്തോ ആരെങ്കിലും വെച്ചിട്ട് കാണുമ്പോൾ പരിചയമുള്ള ഒരാളാണെങ്കിൽ വേറെ ബ്രോക്കർ വിളിച്ചിട്ട് അങ്ങനെ ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്തിരുന്നല്ലേ, ഓക്കെ അവരെന്ന് കൈ കൊടുത്തോ? ഇല്ല, കൈ കൊടുക്കാൻ വരട്ടെ കേട്ടോ, ഞാൻ 4% അങ്ങോട്ട് വരാം.
ഓ. അപ്പോൾ ഈ പണിയെടുത്ത് ഞങ്ങളാരായി മനസ്സിലായോ? ഉം. അപ്പോൾ അങ്ങനത്തെ കുറേ സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. ഓ, ഓക്കെ. അതായത് 1% 0.5% 500 ദറോ കിട്ടിയാൽ മതി, നിനക്ക് കിട്ടണ്ട എന്നുള്ളൊരു പരിപാടി ഉണ്ട്, മാർക്കറ്റിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹൈലി കോമ്പറ്റേറ്റീവ് ആണ് മാർക്കറ്റ്. ഈസ് ഹൈലി കോമ്പറ്റീവ്. ഇപ്പോൾ ഞാൻ വരുന്ന പുതിയ ആൾക്കാരുടെ പോസിറ്റീവും നെഗറ്റീവും പറയുകയാണ്. ഹൈലി കോമ്പറ്റേറ്റീവ് മാർക്കറ്റാണ്. നമ്മൾ ആ രീതിയിൽ കസ്റ്റമേഴ്സായിട്ട് റിലേഷൻ ബിൽഡ് ചെയ്താൽ മാത്രമേ അവർ നമ്മുടെ കൂടെ നിൽക്കുള്ളൂ. എൻ്റെ മിക്ക ക്ലയൻസും ഈ സംഭവങ്ങളൊക്കെ അറിയാം അവർക്ക്. അതായത് ഇങ്ങനെ ഉണ്ട്, പാസ് ബാക്ക് ഉണ്ട്, അതുണ്ട്. പക്ഷെ അവരെന്നോട് ചോദിക്കാറില്ല. കാരണം ഞാൻ കസ്റ്റമേഴ്സിനോട് പറയാറുള്ളത്രേ ഉള്ളൂ, ഞങ്ങളാരും സാലറിയിലല്ല വർക്ക് ചെയ്യുന്നത്. ഞങ്ങളെല്ലാം വളരെ ചെറിയ എമൗണ്ടിൽ കമ്മീഷൻ വെച്ചിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ചെറിയ എമൗണ്ട് അല്ല, എമൗണ്ട് ഉണ്ട്. പക്ഷേ ആ എമൗണ്ടിൽ തന്നെ മാനേജർ ഉണ്ടാവും, അവരൊക്കെ ഷെയർ നമ്മൾ കൊടുക്കണം. അപ്പോൾ ആ പർട്ടിക്കുലർ എമൗണ്ടിലും നിങ്ങൾ തിരിച്ച് ചോദിക്കുക, അല്ലെങ്കിൽ പൈസ വേണമെന്ന് അങ്ങോട്ട് പറയുകയാണെങ്കിൽ ഞങ്ങൾ തരാണ്ടിരിക്കില്ല. പക്ഷെ തന്നു കഴിഞ്ഞാൽ ആ ഫുൾ എമൗണ്ട് കിട്ടിയിട്ട് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നതും ഒരു 100 തരം കൈ തന്നിട്ട് വർക്ക് ചെയ്യുന്ന തമ്മിൽ വ്യത്യാസം ഉണ്ടാവും. കാരണം ഇവിടെ തീരുന്ന ബന്ധമല്ല അത്. നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് ഓരോ കാര്യങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇൻറ്റീരിയർ, ലോണ്, റീസെയിൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്കൊരാവശ്യം വരുമ്പോൾ ഞങ്ങളെ വിളിക്കുന്ന സമയത്ത് നമ്മൾ കൂടെ ഉണ്ടാവണമെങ്കിൽ നമ്മൾക്കും അതിൻ്റേതായ ബെനിഫിറ്റ് ഉണ്ടായിരുന്നിരിക്കണം. അപ്പോൾ നമ്മളുടെ ആ ഒരു ചോറിൽ കൊണ്ടുപോയി ഇത് ചെയ്യരുത് എന്ന് ഞാൻ പറയാറുണ്ട്, പച്ചയ്ക്ക് പറയാറുണ്ട്. അപ്പോൾ ആ സമയത്ത് അവർ പറയും, അയ്യോടാ നിൻ്റെത് വേണ്ട, നമ്മളതിൽ തൊടുന്നില്ല, നീ എനിക്കറിയാം ഇതൊരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ളൊരു റിലേഷനാണ്. ഫസ്റ്റ് ഓഫ് ഓൾ അവരുടെ ഇവിടുത്തെ പോലെ ഇവിടെ എങ്ങനെയാണ്, എനിക്കൊരു സംശയമുണ്ട്. ഇവിടെ നമ്മൾ പൊതുവേ ഒരു ബയ്യർ ഒരു പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമ്മളായിരിക്കും ചിലപ്പോൾ കമ്മീഷൻ കൊടുക്കുക ഏജൻറ്റിന്. അവിടെ അങ്ങനെയല്ല, അവിടെ സെല്ലറാണ് കമ്മീഷൻ കൊടുക്കുക. അതായത് ഞാനിപ്പോൾ അരാധ അല്ലെങ്കിൽ അലിഫിൻ്റെ ഒരു പ്രോപ്പർട്ടി വിറ്റ് കഴിഞ്ഞാൽ എനിക്ക് കമ്മീഷൻ തരുന്നത് ചിലപ്പോൾ അരാധയോ അലിഫോ ആയിരിക്കും, അല്ലാതെ ഞാൻ ഇവരുടെ നിന്നൊന്നും വാങ്ങുന്നില്ല. അപ്പോൾ അവരുടെ നിന്ന് എനിക്ക് കിട്ടിയ ഒരു ടോക്കൺ ഓഫ് അപ്രീസിയേഷനെയാണ് ഇവർ ചോദിക്കുന്നതെന്നുണ്ടെങ്കിൽ ദാറ്റ്സ് നോട്ട് കറക്റ്റ്. അപ്പോൾ അതിൻ്റെ അഗെയിൻസ്റ്റാണ് ഞാൻ. അപ്പോൾ അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങൾ ആക്ച്വലി ആ മാർക്കറ്റിലുണ്ട്. പിന്നെ നല്ല ഒരു കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താ വെച്ചാൽ, ഇപ്പോൾ നാട്ടിലിരുന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോസസ്സാണ്. ഇപ്പോൾ നിങ്ങൾക്ക് പരിചയമുള്ള UAE നല്ല രീതിയിൽ ജീവിക്കുന്ന, റെൻറ്റിന് നിൽക്കുകയാണ്, അവർക്ക് എന്തെങ്കിലും വീട് വാങ്ങണം താല്പര്യം, റെൻറ്റ് ഭയങ്കര കൂടുതലാണ് UAE. ഓക്കെ, ഞാൻ റെൻറ്റിന് നിൽക്കുന്നതന്നെ ഓൾമോസ്റ്റ് ലാസ്റ്റ് നിന്നിരുന്നത് ഒരു 1.5 ലക്ഷം രൂപയാണ് ഇന്ത്യൻ മണി ഫോർ 1 month. ഓക്കെ, ഭയങ്കര റെൻ്റ് അവിടെ. അപ്പോൾ റെൻറ്റിന് നിന്ന് ഡിഫിക്കൽട്ടി ഫേസ് ചെയ്യുന്ന നിങ്ങളുടെ പരിചയത്തിലുള്ള ഏതെങ്കിലും പർട്ടിക്കുലർ ആൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരുടെ ഡീറ്റെയിൽസ് connect@sovinrealty.com എന്ന മെയിൽ ID നിങ്ങൾക്ക് അയക്കാം. അയച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ചാനൽ പാർട്ട്ണർ പ്രോഗ്രാം ഉണ്ട്. ഞങ്ങൾ എന്താണ് ആ മീറ്റിങ്ങിൽ നടന്നത്, ഞങ്ങളവരെ മീറ്റ് ചെയ്യുകയാണെങ്കിൽ എന്ത് നടന്നു എന്നുള്ളത് ആ മെയിലിൽ തന്നെ നമ്മൾ റിവേർട്ട് ചെയ്ത് പോകും. ആൻഡ് ഇഫ് അതൊരു ഡീലായി ക്ലോസ് ആവുകയാണെങ്കിൽ അപ്പോൾ നമ്മൾ ഒരു ടോക്കൺ ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് എന്നുള്ള രീതിയിൽ നമുക്ക് പർട്ടിക്കുലർ കിട്ടുന്ന കമ്മീഷൻ്റെ നിശ്ചിത ശതമാനം നമ്മൾ ആ ചാനൽ പാർട്ട്ണർക്ക് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ അത് ഇറ്റ്സ് പ്രോപ്പർ. അതായത് ഒരു വ്യക്തി അവരുടെ കോൺടാക്റ്റിലുള്ള റെഫറൻസ് നമുക്ക് തരുമ്പോൾ ആ റെഫറൽ ബോണസ് എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്തു കൊടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പ്രോസസ്സ് ഉണ്ട്. അതും കൂടെ ഞാനിവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണ്. അപ്പം നിങ്ങൾക്ക് പരിചയത്തിലുള്ള ആരെങ്കിലും, ഇപ്പോൾ നാട്ടിലുള്ള ആരെങ്കിലും അവിടെ ദുബായിൽ റെൻറ്റിൽ നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും വരുമാനം ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു ഓപ്പർച്യൂണിറ്റി അവിടെയുണ്ട്. ഓക്കെ, ഇനി എന്തൊക്കെയാണ് ഫ്യൂച്ചറിലേക്ക് ഇപ്പോൾ കാണുന്നത്? സിനിമ ഒബ്വിയസ്ലി അതോടെ പാഷനോടെ കിടക്കുന്നുണ്ട്. അതല്ലാതെയും ബിസിനസ്സിൻ്റെ രീതിയിലാണെങ്കിലും അല്ലാതെ വേറെ എന്തെങ്കിലും മോഹങ്ങൾ ഉള്ളിൽ ഇപ്പോഴും ഉണ്ടോ? സിനിമ തന്നെയാണ് മോഹം. അത് ഞാൻ അന്നോട്ടേ വർക്ക് ചെയ്യുന്നത്, പൈസ ഉണ്ടാക്കുന്നത് ഇതേപോലെ 5 കൊല്ലം നേരത്തെ പറഞ്ഞില്ലേ, ഇങ്ങനെ കുറച്ച് പൈസ കൂട്ടി വെച്ചിട്ട് നമുക്കൊരു സിനിമ ചെയ്യണം എന്നുള്ള ആഗ്രഹം. റിയൽ എസ്റ്റേറ്റ് പരമായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുറേ കൂടെ ആൾക്കാർക്ക് നല്ല ജോലി കൊടുക്കണം. അത് നല്ല എഫേർട്ട് ഇടുന്ന ആൾക്കാർക്ക് കേട്ടോ, എഫേർട്ട് ഇട്ട് സെയിൽസ് ചെയ്യുന്ന ആൾക്ക് ജോലി കൊടുക്കണം. കുറേ കൂടെ നമുക്ക് സന്തോഷമുള്ള കാര്യമാണല്ലോ. ഒരു ആൾ വരുന്ന സമയത്ത് അയാളുടെ ഫാമിലി മൊത്തം നമ്മളെ പ്രതീക്ഷിച്ചിട്ടാണ് അയാളെ കയറ്റിവിടുന്നത്. അപ്പോൾ അവരെ സന്തോഷിപ്പിക്കുമ്പോൾ കിട്ടുന്ന ഒരു കിക്കുണ്ട്. ആ കിക്ക് കാരണം ഇന്ന് കഴിഞ്ഞ ദിവസം എൻ്റെ കണ്ടൻറ് ക്രിയേറ്റർ പയ്യനെ നമ്മളൊരു ഐഫോൺ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഭയങ്കര റെസ്പോൺസായിരുന്നു. എൻ്റെ ഉള്ള ഐഫോണിനെക്കാട്ടും നല്ല ഐഫോണാണ് നമ്മൾ മേടിച്ചത്. എൻ്റെ കയ്യിൽ പഴയ മോഡലാണ്. അപ്പോൾ ആ ഒരു വീഡിയോയ്ക്ക് കിട്ടിയത്, അല്ലെങ്കിൽ അത് അവനുണ്ടായ സന്തോഷം, അവൻ്റെ ഫാമിലിയിൽ നിന്ന് അവൻ്റെ അമ്മ എന്നെ വിളിച്ചിട്ട് കരയുക, സന്തോഷം പറയുക. അവരിവിടെ എന്താ പറയുക, നാട്ടിലുള്ളവരാണ്. അപ്പോൾ
അതൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യമല്ലേ. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കിക്കുകൾ ഒരു ഇഷ്ടമുള്ള ഒരാളാണ്. പിന്നെ കച്ചവടത്തിൻ്റെ കിക്കും ഇഷ്ടമുള്ള ഒരാളാണ്. അതായത് നമ്മൾ കുറേ ഇങ്ങനെ സംസാരിച്ച് അവസാനം ശരി പേ ചെയ്യാം എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്നൊരു സാധനം ഉണ്ടല്ലോ, അതും ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ അത് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകണമെന്ന് ആഗ്രഹമുണ്ട്. മീൻവൈൽ അതിൻ്റെ കൂടെ സിനിമ വിടാൻ ഒട്ടും ഉദ്ദേശമില്ല. അത് ഇങ്ങനെ ഒരു മനസ്സിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഇങ്ങനെ ഒരു ഇതിട്ടപ്പോൾ എൻ്റെ ഒരു ജേണിയുടെ കുറച്ച് ഒരു ആനിമേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഫോട്ടോസ് ഇട്ട സമയത്ത് അതിൽ എന്നെ 2000 ടൈം തൊട്ട് എന്നെ ഫോളോ ചെയ്യുന്ന ഫേസ്ബുക്കിൽ ഒരാൾ കമൻറ്റ് ചെയ്തിരിക്കുന്നു, സൂരജിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ കാണുന്നുണ്ട്, അങ്ങനെയാണ് ലാസ്റ്റ് അയാൾ എഴുതിയിരിക്കുന്നു സിനിമ വിടല്ലേ. അപ്പോൾ എനിക്ക് അതൊക്കെ ഭയങ്കര സന്തോഷമാണ്. ഒരാൾ നമ്മളെ ഇപ്പോഴും നമ്മൾ സിനിമ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ സിനിമയിൽ നിൽക്കണമെന്ന് ആഗ്രഹം, അപ്പോൾ അതിപ്പോഴും വിട്ടിട്ടില്ല. അതുകൊണ്ടുണ്ട്. അപ്പോൾ അതെന്തായാലും ഉടനെ തന്നെ അതും സംഭവിക്കട്ടെ. അതോടൊപ്പം തന്നെ സൂരജിൻ്റെ ലൈഫ് ഇത്രത്തോളം മാറ്റിമറിച്ചതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു ഇതെന്ന് പറയണത്, ഒന്ന് നമ്മുടെ അന്ന് ഫോൺ വിളിച്ച ആ വ്യക്തി, അദ്ദേഹത്തിൻ്റെ പേരൊന്ന് പറയാൻ പറ്റുമെങ്കിൽ പറയൂ. ആളുടെ പേര് ഹിജാസി എന്നുള്ളൊരു സാറാണ്. ഹിജാസി. ഓക്കെ. ആളാണ് ഇങ്ങനെ വിളിച്ചിട്ട് എന്നോട് സംസാരിച്ച്. പുള്ളി എൻ്റെ അടുത്ത് മസാർ എന്നുള്ള പറഞ്ഞ പ്രൊജക്റ്റ് അരാധയുടെ ഷാർജയിൽ മേടിച്ചിട്ടുള്ളത്. ഒരു 4 ബെഡ്റൂം ടൗൺ ഹൗസാണ് ആൾ മേടിച്ചത്. ആളിങ്ങനെ പറഞ്ഞു, അന്ന് എനിക്കിതുപോലെ സംസാരിക്കാനും കാര്യങ്ങളൊന്നും പഠിച്ചു വരുന്നല്ലോ, ഫെബ്രുവരിയിലല്ലേ. അപ്പോൾ ആ സമയത്ത് എൻ്റെ മെൻറ്ററായിട്ടുള്ള സാറാണ് ആളോട് ഫുള്ളി ബാക്കി സംസാരിച്ച് അവിടെ എത്തിക്കുന്നതും പിന്നെ ഇത് ആ ഡീല് ക്ലോസ് ആവുന്നതൊക്കെ. അപ്പോൾ ആ സാറാണ് ആക്ച്വലി കരിയറിലെ ടേണിംഗ് പോയിന്റ്. പുള്ളിയുടെ ആ ഒരു പർട്ടിക്കുലർ ആ ഒരു വലിയ ടൗൺ ഹൗസ് എടുത്തോടുകൂടിയാണ് പിന്നീട് അങ്ങോട്ട് കാര്യങ്ങളെല്ലാം സ്മൂത്തായിട്ട് വരുന്നത്. വൺ ഓഫ് ദ ഫസ്റ്റ് സെയിൽസിൽ ഒന്നായിരുന്നു ഹിജാസി എന്ന് പറഞ്ഞിട്ടുള്ളത്. അതേപോലെ തന്നെ സോഷ്യൽ മീഡിയയുടെ ഒരു എന്താ പറയുക, സോഷ്യൽ മീഡിയ ആണ് സൂരജിനെ ഇന്നിപ്പോൾ ഈ ഒരു ലെവലിലേക്ക് എത്തിച്ചിട്ടുണ്ടാവുക. ചിന്തിച്ചിട്ടുണ്ടാവില്ലേ, സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോം ഇല്ലെങ്കിൽ സൂരജിന് ഇതൊന്നും ഇത്രയും പെട്ടെന്ന് ഈസി ആയിട്ട് എത്തിക്കാൻ പറ്റില്ല അല്ലേ? ഇല്ല, സോഷ്യൽ മീഡിയ ആണ് ആക്ച്വലി ദ റീസൺ. കാരണം ടിക്ടോക്ക് ഉണ്ടായിരുന്നെങ്കിൽ, ഇന്ത്യയിൽ കുറച്ചുകൂടെ ആക്റ്റീവ് ആയിരുന്നെങ്കിൽ അതും കൂടെ ഒന്ന് പിടിച്ചേനെ. പക്ഷേ ഇൻസ്റ്റഗ്രാം എന്നുള്ള ഒരു സംഭവം തന്നെയാണ് എന്നെ കയറ്റിക്കൊണ്ട് വന്നിട്ടുള്ളത്. ഫേസ്ബുക്ക് അതുവഴി വന്നിട്ടുള്ള എൻക്വയറീസ്, മെറ്റ വന്ന ശേഷമുള്ള ആഡ് റണ്ണിങ് കാര്യങ്ങൾ എല്ലാം വർക്കൗട്ട് ആയിട്ടുണ്ട്. അതൊക്കെ കൊണ്ട് തന്നെയാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വഴി എന്നെ കയറി പോകുന്ന ഒരാൾ തന്നെയാണ് ഞാൻ. അല്ലാന്നല്ല ഒരിക്കലും നമ്മൾ മാറ്റി പറയുന്നത് ശരിയല്ലല്ലോ. സോഷ്യൽ മീഡിയ തന്നെയാണ് കിങ്. അപ്പോൾ ജീവിതത്തിൽ വന്നു പോയ ഓരോ ഒബ്സ്റ്റക്കിൾസിലും ഓരോ ഹാർഡ്ഷിപ്പിലും മുന്നോട്ട് പോകുമ്പോൾ കണ്ടുകൊണ്ടിരുന്നത് ഒരു പക്ഷേ ഈ കുടുംബത്തിൻ്റെ ഫാമിലിയുടെ മുഖങ്ങളായിരിക്കണം അല്ലേ? അവർക്ക് വേണ്ടിയിട്ട് ജീവിക്കണം, അല്ലെങ്കിൽ അവരൊക്കെ വേണ്ടിയിട്ട് ഒന്ന് മുന്നോട്ട് പോകണം. അവിടെ നിന്നാണ് അവരാണ് എപ്പോഴും മനസ്സിൽ നിറഞ്ഞു നിന്ന് ഓരോ സ്റ്റെപ്പിലും മുന്നോട്ട് പോയിട്ടുണ്ടാവുക അല്ലേ? എൻ്റെ അച്ഛനെയും കൂടെ ഞാൻ മെൻഷൻ ചെയ്യണം. കാരണം എൻ്റെ അച്ഛൻ എന്ന് പറയുന്ന വ്യക്തി മറ്റേ എക്സാക്ട്ലി പറയുകയാണെങ്കിൽ ബാലേട്ടൻ സിനിമയിൽ ലാലേട്ടനെ പോലൊരു വ്യക്തിയാണ്. ഓക്കെ, ഞാൻ എല്ലാ സിനിമ വെച്ച് കമ്പയർ ചെയ്യുള്ളൂ. മറ്റുള്ളവർക്ക് വേണ്ടി മാത്രമേ ജീവിച്ചിട്ടുള്ളൂ, സ്വന്തം സന്തോഷങ്ങളൊന്നും അറിയില്ല. ഓക്കെ, അങ്ങനെ ബാക്കിയുള്ളവർക്ക് വേണ്ടി ജീവിച്ച് പുള്ളിക്ക് വേണ്ടി ജീവിക്കാൻ മറന്നുപോയി. മനസ്സിലായോ? അപ്പോൾ ഒരു മൊമെൻറ്റിൽ പുള്ളി ഒന്ന് സെറ്റായി ഞാൻ ഒരു ജോലിയിലൊക്കെ കയറാൻ പോകുന്നു, 19 വയസ്സേ എനിക്കെന്നുള്ളൂ, ആയി വരുന്ന സമയമൊക്കെ ആയപ്പോഴേക്കും പുള്ളി മരിച്ചുപോയി. അപ്പോൾ പുള്ളിക്ക് ഞാൻ ഈ ചെയ്യുന്ന ഒന്നും പുള്ളി കണ്ടിട്ടില്ല. ഐ മീൻ ഇവിടെ ഇരുന്നുകൊണ്ട് കണ്ടിട്ടില്ല. അപ്പോൾ എനിക്കിപ്പോഴും ഏറ്റവും വലിയ ഒരു റിഗ്രറ്റ് അല്ലെങ്കിൽ ഒരു സങ്കടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ്. കാരണം ഞാൻ ചെയ്യുന്നൊന്നും പുള്ളിക്കായിട്ട് എനിക്ക് ചെയ്തു കൊടുക്കാൻ സാധിച്ചില്ല. എൻ്റെ വളരെ ഏർലി സ്റ്റേജിൽ എൻ്റെ പുള്ളി പോയി. പക്ഷെ ആ വ്യക്തി എനിക്ക് പഠിപ്പിച്ചു തന്ന നല്ല വശങ്ങളുണ്ട്, മോശം വശങ്ങളുണ്ട്. അതായത് നല്ല വശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക, അത്രയും ആത്മാർത്ഥതയോടെ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ കാര്യങ്ങൾ നടക്കും എന്നും, അതുപോലെ നമുക്ക് സംസാരിക്കാനുള്ള കഴിവുണ്ടെങ്കിൽ എവിടെയും നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുമെന്നും പഠിപ്പിച്ചു തന്ന അച്ഛനാണ്. പിന്നെ മോശം വശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിടയ്ക്ക് നമ്മുടെ കാര്യം കൂടെ നോക്കണം. ആളുടെ ആ വശം എനിക്ക് കിട്ടിയിട്ടുണ്ട്, ദോഷം വശം. അതായത് ഞാൻ ഇടയ്ക്ക് എൻ്റെ ഹെൽത്ത് മറന്നു പോകുന്നുണ്ട്. അത് ഇനിയെങ്കിലും ശരിയാക്കണം എന്നുള്ളൊരു ചിന്ത എനിക്കിപ്പോൾ വരുന്നുണ്ട്. മേ ബി പുള്ളി എന്നെ ആയിരിക്കും പറയണം, മോനെ സൂക്ഷിച്ചോ എന്ന് പറയുന്നത്. അപ്പോൾ ഹീസ് ഓൾവേസ് ദെയർ. എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ ഫസ്റ്റ് ഞാൻ വിളിക്കുന്ന പുള്ളി തന്നെയാണ് എന്നെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകുന്നതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം.
ഓക്കെ, എന്തായാലും ആ ഒരു വിശ്വാസത്തിൽ മുന്നോട്ട് പോവുക. ഇനിയും സൂപ്പറായിട്ട് ഇപ്പോൾ പുതിയ കമ്പനിക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. സൂപ്പറായിട്ട് നല്ല രീതിയിൽ തന്നെ പോട്ടെ. യെസ്, ഞങ്ങളിവിടെ കാത്തിരിക്കുകയാണ്. ഇനി നമ്മൾ ചെയ്യുന്ന ഒരു ഇൻ്റർവ്യൂവിൽ സിനിമ ഡയറക്റ്റ് ചെയ്യുന്ന ഒരു ഡയറക്ടറുടെ ഒരു രീതിയിലോ അല്ലെങ്കിൽ അതിൽ അഭിനയിക്കുന്ന ഒരാളെന്നുള്ള രീതിയിലോ സ്ക്രിപ്റ്റും ചെയ്യുമല്ലോ അല്ലേ? അപ്പോൾ ഇതൊക്കെ ചെയ്യുന്ന ആ ഒരു രീതിയിലായിരിക്കട്ടെ. ഇനി നമ്മളൊരു സിനിമാറ്റിക് ഒരു ഇൻ്റർവ്യൂ രീതി തന്നെ ആവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. സോ വിഷിംഗ് ഓൾ ദി ബെസ്റ്റ്. കാണാം. താങ്ക് യു. താങ്ക് യു സോ മച്ച്.